ജയാർച്ചയം എല്ലാവർക്കും നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തി ഗിരീഷ് സർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അതില് തുടക്കമേ പറഞ്ഞൊരു കാര്യം ഒരു ഷോപ്പിന്റെ കാര്യമാണ്, കാട്ടൂർ ഷോപ്പ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഉള്ളൊരു ലീഡർ എന്നോട് പറഞ്ഞത്, കാരണം നമ്മളറിയാതെയും നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവസരം കൊടുക്കണമെന്നാണ്. സാറിനെ കുറിച്ച് ഒരു വ്യക്തി വളരെ നല്ല അഭിപ്രായം രേഖപ്പെടുത്തി. ഒരു ലേഡിയാണ്. അവർ പറഞ്ഞു, സാർ ഞാൻ പല ഷോപ്പുകളിൽ പോയിട്ടെങ്കിലും കാട്ടൂർ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് പ്രത്യേക എന്നുവെച്ചാൽ ആ ഷോപ്പിൽ ചെന്നാൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നു എന്ന് പറഞ്ഞു. അത് എന്റെ ഇവിടെ അടുത്തുള്ള ലേഡിയാണ്. ഒരുപക്ഷെ ദിവാകരൻ അറിയാമായിരിക്കും. ഏതായാലും വളരെ നല്ലൊരു കാര്യം, സന്തോഷമാണ് കേട്ടെ. ഇതിനു മുമ്പ് ഞാൻ കേട്ടൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ആ ഷോപ്പ് ഇന്ന് നിലവിലില്ല എങ്കിലും ഞാൻ പറയുവാണ്, ഒരു ബീഹാറിൽ നിന്നൊരു കോള് വന്നിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കൊല്ലത്തുള്ള ഒരാള് പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നു. ആൾ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഒരു ഷോപ്പിൽ പറഞ്ഞു വിട്ടു, വെള്ളിയാഴ്ച ദിവസം വരുന്ന ഹംസ സാറിന്റെ ഷോപ്പായിരുന്നു അത്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ആ ഷോപ്പ് അടച്ചിരിക്കുകയാണ്. ആൾ എന്നെ വിളിച്ചു, പയ്യനാണ് വിളിക്കുന്നത്. അപ്പൊ പറഞ്ഞു, സാർ ഇവിടെ കിളിമാനത്ത് പക്ഷേ ഷോപ്പ് അടച്ചിരിക്കുക, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, കുറച്ച് ദൂരം കൂടെ നിങ്ങൾക്ക് ബസ് കയറി പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ പൊക്കളെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. അത്യാവശ്യം അവർക്ക് മലയാളം ഒരു വിധമൊക്കെ അറിയാവുന്നുള്ളൂ. പോകണത് എന്ന സ്ഥലത്തേക്ക് പൊയ്ക്കോളൂ, അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. റെജി എന്ന് പറഞ്ഞ ആളിനെ വിളിച്ച് പറഞ്ഞ് ഇവര് ഷോപ്പിൽ ചെല്ലുന്നു. 2 ബോക്സിലായിട്ട് സാധനം എടുത്തു കൊടുത്തു. അവർക്ക് രണ്ടുപേർക്കും എന്താ പറയാ, അവിടെ ഒരു സൈഡിലായിട്ട് ബേക്കറി കൂടെ നടത്തിയിരുന്ന് അവർക്ക് നാരങ്ങ നീരും, അതായത് നാരങ്ങ ജ്യൂസും കൊടുത്ത് പ്രൊഡക്റ്റ് എല്ലാം കൊടുത്ത് കറക്റ്റായിട്ട് ഈ ബസ്സിലെടുത്ത് തിരിച്ചു കയറ്റി കൊടുത്തു. ഇവര് ഇവിടെ ഉള്ള അത്രയും സമയം കൊല്ലത്തുനിന്ന് ഇത്രയും ദൂരം ഈ ഷോപ്പിൽ വന്ന്, പോങ്ങനാട് ഷോപ്പാണ്, ഇന്ന് ആ ഷോപ്പ് നിലവിലില്ല. ആ ഷോപ്പിൽ വന്നേ പർച്ചേസ് ചെയ്യുള്ളത്. ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു, അവർക്ക് ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ല, ഇന്ന സ്ഥലത്തൊക്കെ ഷോപ്പുണ്ട്. അപ്പൊ പറഞ്ഞു, അവർക്ക് ആ ഷോപ്പുമായിട്ടൊരു ബന്ധമുണ്ട്, സാരമില്ല, അവർ ഈ അവധി ദിവസം പോണത് അവരോട് പോയി വാങ്ങിക്കോട്ടെ. ഇത് എന്താ പറയാ, ആൾക്കാരുടെ ആ എന്താ പറയാ, നമ്മൾ ഒരാളിനോട് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ അറിയാതെ പലരും നല്ലതാണെന്ന് പറയപ്പെടും. അപ്പൊ ഇന്ന് ഷോപ്പ് ഓണേഴ്സിന്റെ മീറ്റിംഗ് ആണ്. ആമുഖമായിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് നമ്മളറിയാതെ നമ്മളുടെ പേര് ഉയർത്താനുള്ള ശ്രമം, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ നല്ല സർവീസ് കൊടുത്താൽ. എല്ലാ ഷോപ്പുകളും നല്ല സർവീസ് കൊടുക്കുന്ന ഷോപ്പുകളാണ്. ഷോപ്പ് ഓണേഴ്സ് മാത്രമല്ല, ലീഡേഴ്സ് ഒപ്പം ഉണ്ട്. ഒരു പക്ഷേ പുതിയ ഷോപ്പ് ഇടാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ ആൾ ആർ വെൽക്കം. എന്റെ പേര് ബിനു. സ്റ്റാർ റൂബി എന്ന ലെവലിലേക്ക് എത്തി നിൽക്കുന്നു. ശരിക്ക് RCM മനസ്സോടെ സ്വീകരിച്ച ഒരാളല്ല ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും, വേറെ ആര് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ വിട്ടുപോയാലും ശരി, ഞാൻ എന്ന വ്യക്തി RCM വിട്ടു പോകില്ല. വേറൊരു കൺസെപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും എന്നെ കാണാൻ പറ്റത്തില്ല. പലരും വന്ന് ചിലപ്പോ, സാറേ നമുക്ക് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഞാൻ ഈ പറഞ്ഞില്ലേ, പൈസ മണി മോട്ടീവായിട്ടല്ല ഞാൻ RCMൽ വന്നത്. അത് ആകെ ഒരുപക്ഷെ അറിയാവുന്ന ഒരു വ്യക്തിത്വം മോർസറായിരിക്കും. ഈ RCMന്റെ നന്മ അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടമായത് കൊണ്ട് മാത്രമല്ല, പൈസ തരിക RCMന്റെ ഒരു രീതിയാണെന്ന് പലപ്പോഴും പറയും. അത് സത്യസന്ധമായ കാര്യമാണ്. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതിലും അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ ഏറെ വരുമാനം വാങ്ങാൻ അവസരം എനിക്ക് RCMലൂടെ കിട്ടിയെന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ പറയാം. ഞാൻ RCMൽ വന്നപ്പോൾ ആഗ്രഹിച്ചിരുന്നത്, ഞാൻ മൂർസാറിനോട് പങ്കുവച്ചിരുന്നത്, എന്റെ അപ്ലൈനാണ്, ഇമ്മീഡിയറ്റ് അപ്ലൈനാണ്, അദ്ദേഹത്തിനോട് പങ്കുവച്ചിരുന്നത്, എനിക്ക് ഒരു ടെക്നിക്കൽ അഥവാ പേൾ അച്ചീവർ ആകാൻ സാധിക്കുമോ എന്നൊരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് എന്റെ പ്രോമിസ് എന്ന് പറയുന്നത്, ഇനി ജോയിൻ ചെയ്യാൻ, എന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെയും പേളും അല്ലെ റൂബിയും സ്റ്റാർ റൂബിയും ആക്കുക എന്നൊരു ടാസ്ക് ആണ് ഇന്ന് എന്നിലുള്ളത്. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം. RCM എന്ന ഈ സിസ്റ്റം നമുക്ക് നമ്മുടെ TCG അല്ലെ, എനിക്ക് ഇന്ന് സംസാരിക്കാൻ അവസരം തന്ന ദൈവം, അതോടെ എന്റെ അച്ഛനമ്മമാർ, ഈ ഇന്ന് ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്ന, തീർച്ചയായിട്ടും അതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ ഒപ്പം തീർച്ചയായിട്ടും എന്റെ അപ്ലൈൻ ലീഡേഴ്സ്, എസ്പെഷ്യലി സഫർ CR മോൾസർ, അതോടൊപ്പം എന്നെ ശരിക്കും ഉയർത്താൻ സഹായിച്ച എന്റെ ക്രോസ് ലൈൻ ആൻഡ് എസ്പെഷ്യലി ഡോക്ടർ രാജൻ സാർ ആൻഡ് ഫാമിലി ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, തുടക്കകാലങ്ങളിൽ അദ്ദേഹം ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ, നല്ല സപ്പോർട്ട് തന്നതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്കും നന്നായിട്ട് ഉയർന്നു വരാൻ സാധിച്ചത്. അതിനിടയിൽ ഗിരീഷ് സർ വന്നു അല്ലെ. ഇന്ന് പറയുവാണെങ്കിൽ ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞാൽ അത് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഇനി അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഇന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നത്, ആമുഖമായിട്ട്
ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഷോപ്പിലെ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ അതിന്റെ ഓണറുടെ ഒരു അപ്പിയറൻസ് ആണ് ആ ഷോപ്പിലെ സെയിൽ വർദ്ധിപ്പിക്കുന്നത്. ഒരു കാര്യം, ആര് വന്നാലും ഒരു കസ്റ്റമറിനെ നമുക്ക് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കും. ഇവിടെ അടുത്തുള്ള എന്റെ വീട്ടിൽ നിന്ന് ശരിക്കും പറയണമെങ്കിൽ ഒരു 60-80 കിലോമീറ്റർ ദൂരത്തുള്ള ഷോപ്പ്, ഞാൻ ഏത് ഷോപ്പെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഷോപ്പിൽ പോയി 2 വ്യക്തികൾ പറഞ്ഞത്, സത്യത്തിൽ അവിടെ ഒരാളുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഒരിക്കലും എന്താ പറയാ അത് നമുക്ക് ആവശ്യമുണ്ടെന്നോ ഒന്നും അവരൊന്നും ഈ സാധനം ഉണ്ടാകുന്ന ആ മുകളിൽ പോയാൽ കാണും, ഈ രീതിയിലാണ് അവരുടെ അപ്രോച്ച് എന്നാ പറഞ്ഞത്. ഇങ്ങനെ കേൾക്കാൻ ഒരിക്കലും നമുക്ക് അവസരം ഉണ്ടാവരുത്. ഈ ഇരിക്കുന്ന ആളിന് ഉൽപ്പന്നങ്ങളെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാവും. വെറുതെ ഒരു സ്റ്റാഫിനെ ഇരുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓണർ അവിടെ ഇരിക്കുമ്പോൾ, സപ്പോസ് അപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഇന്ന് ആ ഷോപ്പ് ആക്റ്റീവ് അല്ല, ഐ മീൻ ആ ഷോപ്പ് അവര് നിലവിൽ വലിയ ഷോപ്പായിട്ട് നടത്തുന്നത് മാറ്റിയെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയാം, ഒരു 3 വർഷം മുമ്പ് ഗ്ലൈസം പ്രോഡക്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിന് വിറ്റു. അന്ന് ഈ പറഞ്ഞില്ലേ അതിനകത്ത് എന്തുണ്ടായിരുന്നു, നമ്മളെ ആ മധുരം അല്ലെ, എന്താ പറയാ ഈ സാധനം ഒരു ലിക്വിഡ് ഫോമിലാണ് വരുന്നത്. ഈ 3 പ്രോഡക്റ്റും കൊടുത്തിട്ട്, അതായത് ഗ്ലൈസൻ ടാബും പ്രോഡക്റ്റും കൊടുക്കുമ്പോഴത്തേക്ക് സ്വീറ്റ്നർ ഫ്രീ ആണ്. ഈ സ്വീറ്റ്നർ കയ്യിൽ കൊടുത്തിട്ട് ഇത് കൂടെ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് അലിയിച്ചറക്കണം, മറ്റേത് അപ്പൊ ഇത് ഈ ഗുളികയും ഇതും കൂടെ പൊടിയും കൂടെ ഒരുമിച്ച് കഴിക്കാനും പറഞ്ഞ് അവർ വിട്ടു. രാവിലെ എന്നെ വിളിച്ചു, സാർ ഇത് ഈ ലിക്വിഡ് എങ്ങനെയാണ് അലിയിച്ച് കഴിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇനി അത് ഒരുപക്ഷെ ഇരുന്ന് ലിക്വിഡായി പോയതാണോ എന്ന് ചോദിച്ചു. അപ്പോഴേ ലിക്വിഡ് എന്ന് പറഞ്ഞപ്പോഴേ ഏകദേശം എനിക്ക് കത്തി. ഞാൻ പറഞ്ഞു അതിനോടൊപ്പം മറ്റെന്തൊക്കെ ഉണ്ട്, അതിനകത്തൊരു ടാബ്ലറ്റും ഉണ്ട്, പിന്നെ അതിൽ ഒരെണ്ണത്തില് 30 ടാബ്ലറ്റും ഒരു ഡബ്ബയുമാണ്. ഡബ്ബ ഞാൻ ഓപ്പൺ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, അവര് പറഞ്ഞത് ഒരുപക്ഷെ മാഡം കേട്ടു, അല്ലല്ല ഇത് തന്നെയാണ് എന്നോട് അലിയിച്ചിറക്കാൻ പ്രത്യേകിച്ച് എടുത്ത് തന്ന ഒരു കുഞ്ഞു പാക്കറ്റാണ്. ഞാൻ പറഞ്ഞു അപ്പൊ അവര് ഒരുപക്ഷെ തിരക്കിലോ എന്തെങ്കിലും ആയിരിക്കും. പ്രശ്നം എന്താണ്, അവർക്ക് ഈ ഗ്ലൈസം വിത്ത് പരിചയമില്ലാത്തത് കൊണ്ട് പറ്റിയ കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മളുടെ അടുത്ത് ഒരു പ്രോഡക്റ്റ് പോലും നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് അതിന്റെ ഇൻഫർമേഷൻ എടുത്തിട്ട് കൊടുക്കാവുള്ളൂ. ഒരിക്കലും നമ്മൾ കൺഫ്യൂഷനൊക്കെ ഉൽപ്പന്നങ്ങളെ തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നീറ്റായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ആ പൊടി തട്ടി പല ഷോപ്പിൽ ഒരുപക്ഷെ നോൺ മൂവിങ് ആയിട്ടിരിക്കുന്ന ചില പ്രൊഡക്റ്റുകൾ അതിന്റെ ഡബ്ബയുടെ മുകളിൽ അഴുക്ക് അക്യുമുലേറ്റ് ഇരിക്കും. അതൊന്ന് കൃത്യമായിട്ട് ചെയ്താൽ നല്ല കാര്യമായിരിക്കും. സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് നമ്മുടെ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്തു. എല്ലായിടത്തും ഒരേപോലത്തെ എന്താ പറയാ ചെലവല്ല അല്ലെ, ശരിയല്ലേ? എനിക്കറിയാവുന്നൊരു കാര്യം, എന്റെ ഇവിടെയുള്ള ചില ഏരിയയിൽ എലൈറ്റ് ടീ ആണ് ചെലവാകുന്നത്, ചില സ്ഥലത്ത് എലൈറ്റ് ടീ വാങ്ങത്തേ ഇല്ല, പോപ്പുലർ ടീ. അതേപോലെ നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് നമ്മുടെ കസ്റ്റമറുടെ നീഡ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഷോപ്പ് കൺവേർട്ട് ചെയ്യാനോ അറേഞ്ച് ചെയ്യാനോ സാധിക്കണം. പുതിയ സ്റ്റോക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ അതെടുത്ത് മുകളിൽ അറേഞ്ച് ചെയ്യരുത്. നമ്മുടെ പഴയ സ്റ്റോക്ക് പുറത്ത് തന്നെ വെക്കാൻ കൃത്യമായിട്ടും നമ്മൾ അത് ഓർക്കണം. ഒരുപക്ഷെ കുറച്ചധികം സ്റ്റോക്ക് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം എടുത്ത് പുതിയ സ്റ്റോക്ക് വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഒരുപക്ഷെ നമ്മുടെ സാധനം ഇരുന്നിട്ട് ചിലപ്പോൾ ഡേറ്റ്, പല ഉൽപ്പന്നങ്ങൾക്ക് എക്സ്പയറി അല്ല, ബെസ്റ്റ് ബിഫോർ ആണ്, അത് യൂസ് ചെയ്യുന്നേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യും, ഇത് ഇത്രയും ദിവസമായി ഈ രീതിയിൽ നമ്മൾ ചില പറയാൻ സാധ്യതയുണ്ട്. ഇത് നമ്മളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഷോപ്പിൽ ഒന്നിലധികം സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ, നമുക്ക് വേണ്ടത് സ്റ്റാഫ് അല്ലെന്ന് അറിയാലോ അല്ലെ, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റാഫുകളുടെ ഹാൻഡിങ് ഓവർ ടേക്കിംഗ് ഓവർ പ്രോപ്പറായിട്ട് ചെയ്യണം. ചിലപ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലായി പോകും. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. വില വ്യത്യാസം വന്നെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് വില വ്യത്യാസം വരുമ്പോൾ ഏത് പ്രൊഡക്റ്റാണ് വില വ്യത്യാസം വന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സൂചികയോ അതല്ലെങ്കിൽ ചെറിയൊരു ബോർഡോ എന്തെങ്കിലും എഴുതി നമ്മളൊന്ന് ആ കടയിൽ ഒരുപക്ഷെ വരുന്ന കസ്റ്റമർ ഇതിനിങ്ങനെ വരെ കൂടി ഇപ്പൊ MRP DP ഒന്നാണല്ലോ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പറയാം, സർ ഇത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നതാണ്, നെക്സ്റ്റ് സ്റ്റോക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും MRP വ്യത്യാസം ഉണ്ടാവും, അത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന കാര്യമാണെന്ന് പറയുമ്പോൾ അവർ കൺവിൻസ് ആവും. പലപ്പോഴും അതിനെക്കുറിച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഷോപ്പിലെ പൊതുവായ കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഒരു നോട്ടീസ് കണക്കാക്കുന്നു. ഉദാഹരണം, നെക്സ്റ്റ് ഷോപ്പ് മീറ്റിംഗ്, നെക്സ്റ്റ് നമ്മളെവിടെ നടക്കാൻ പോകണം വലിയ ഇവന്റ്, അതിനേക്കാൾ വലിയ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കമ്പനി വിസിറ്റ്, നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ, അതായത് അപ്കമിങ് പ്രോഗ്രാംസിന്റെ ഒരു
ചെറിയ ലിസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിട്ട് മാറും. എല്ലാ കസ്റ്റമേഴ്സും ഒരേ രീതിയിൽ പെരുമാറണം. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒരിക്കലും കടയുടെ പ്രശ്നമായിട്ട് മാറരുത്. നമുക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ അതൊരിക്കലും നമ്മളെ ഷോപ്പിലേക്ക് മാറരുത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സിസ്റ്റത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്റെ ടീമിനോട് പെരുമാറുമ്പോൾ ഒരിക്കലും അത് കാണാൻ ഇടവരരുത്. അതേപോലെ നമ്മൾ ഷോപ്പിൽ കൃത്യമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം. ഒരിക്കലും എന്താ പറയാ ആൾക്കാരെ ഒരേ അവരിങ്ങനെ വന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായി ആ രീതിയിലേക്ക് നമുക്ക് കണക്കാക്കാൻ പാടില്ല. കസ്റ്റമറുമായി ഒരിക്കലും ആർഗ്യൂ ചെയ്യും. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് സൗമ്യമായിട്ട് പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരുമായിട്ടും ഒരു ആരോഗ്യപരമായ അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ കൂടുതൽ ക്ലോസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ക്ലോസ് ആകുമ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളും മാത്രമല്ല ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്കും ചർച്ചയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു നമ്മൾ പറയുന്നത് ഒരു കൈ ഡിസ്റ്റൻസ് നിർത്തിയിരുന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറും. വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മുടെ ഷോപ്പിലോ ബിസിനസ്സിലോ അല്ലെ, അപ്പൊ കൂടുതൽ അടുക്കുമ്പോഴത്തേക്ക് എന്റെ ഒരു സാധനമുണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചോട്ടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സ്ഥലം. ഒരു കടയിൽ വേണ്ടത് തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു പ്രൊമോട്ടറാണ് ബില്ലടിച്ചതിന് ശേഷം കൃത്യമായിട്ട് ഉൽപ്പന്നങ്ങൾ ചെക്ക് ചെയ്തിട്ട് മറ്റൊന്നും കൊണ്ടല്ല. പലപ്പോഴും ഈ പറഞ്ഞില്ലേ, നമുക്കറിയാം ഈ 2 കിലോ ആട്ടയുണ്ട്, 5 കിലോ ആട്ടയുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 കിലോയുടെ ഉണ്ട്, 200 ഗ്രാം ഉണ്ട്, 100 ഗ്രാം ഉണ്ട്. തേയില 250 ഗ്രാം ഉണ്ട്, 500 ഗ്രാം ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ബില്ലടിക്കുന്ന 250 ഗ്രാം ആയിരിക്കും. ബൈ മിസ്റ്റേക്ക് അവർ എടുത്തേക്കുന്നത് 500 ഗ്രാം ആയിരിക്കും. 2 പാക്കറ്റ് തേയില ബില്ലടിച്ചു, നമ്മളത് ശ്രദ്ധിക്കാതെ കൊടുത്താൽ വലിയ നഷ്ടം ആ ഷോപ്പുകാരനാണ് വരുന്നത്. ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് ഇനി പറയാൻ പോണത്. എന്താണ്? ഒരു കാരണവശാലും കടം അനുവദിക്കരുത്. കടം ഈസ് ഈക്വൽ ടു തീർച്ചയായിട്ടും ഒരു ശത്രുവിനെ ക്രിയേറ്റ് ചെയ്യുന്നു. കടം നമ്മൾ എന്താ ഫ്രണ്ട്സ് അല്ലെ, ചിലപ്പോ നമ്മളോട് വലിയ കാര്യത്തിൽ നമുക്ക് ഞാനിത് അടുത്ത ആഴ്ച തരാം എന്നുള്ള രീതിയിൽ പറയുകയും പിന്നീട് നമുക്കത് വലിയ പ്രയാസമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, കടം നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. കടം എന്നും അപകടം മാത്രമേ വിളിച്ചു വരുത്തുള്ളൂ. ഓക്കെ, അധികം സമയം എടുക്കുന്നില്ല. ഒരു ചെറിയ PPT-യോടുകൂടി നമ്മൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയ PPT ഓപ്പൺ ചെയ്യുവാണ്. എല്ലാവർക്കും JRC കാണാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു ഷോപ്പിന്റെ ഫോട്ടോഗ്രാഫാണ്. ഇന്ന് നമുക്ക് പണ്ട് നമ്മൾ PUC പല പേരുകളുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന വണ്ടർ വേൾഡ് ക്യുക്ക് എന്നാണ് സാധാരണ ഷോപ്പിന്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വണ്ടർ വേൾഡ്സ് ഉണ്ട്, ഇന്ന് എക്സ്പീരിയൻസ് സെന്റർ ഉണ്ട്. കേരളത്തിൽ ഇതെല്ലാം അവൈലബിൾ. പിന്നെ നമുക്ക് കീസോളിന്റെ ഔട്ട്ലെറ്റ് KSOs ഉണ്ട് അല്ലെ. അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആരെങ്കിലും നിങ്ങളുടെ കെയർ ഓഫിൽ ഒരു ഷോപ്പ് തുടങ്ങാൻ ആരംഭിക്കാൻ അല്ലെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, ചെയ്യാൻ പറഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം അതും കൂടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യം കണ്ടീഷൻസ് കൂടി ഞാൻ ഇന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഒരു RCM ഔട്ട്ലെറ്റ് അഥവാ വണ്ടർ വേൾഡ് ക്യുക്ക് അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ഒഫീഷ്യലി കമ്പനിയുടെ ഔട്ട്ലെറ്റ്. അവിടുന്ന് പ്രൊഡക്റ്റ് ആർക്ക് പർച്ചേസ് ചെയ്യാം? അസോസിയേറ്റ് ബയേഴ്സിന് അസോസിയേറ്റ് ബയേഴ്സിനല്ല, ആർക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. പക്ഷെ നോർമലി ഇറ്റ്സ് മെൻ ഫോർ എന്താണ് അസോസിയേറ്റ് ബയേഴ്സ് അല്ലേ. ഒരു ഷോപ്പ് എങ്ങനെ ആവണം അല്ലെ, ഇറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ഹെൽപ്സ് യു ടു ഡെവലപ്പ് യുവർ ബിസിനസ്. ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. എന്നാൽ എന്റെ ഏരിയയിൽ ഒരു ഷോപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എനിക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് എനിക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി എന്റെ ഏരിയ വിട്ട് എനിക്ക് എവിടെയെങ്കിലും വർക്ക് ചെയ്യണം, ഒരു പ്രശ്നം. ഇന്ന് ഞാൻ എന്റെ ടീമിലെ ഒരു ലീഡറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, സാറേ ഞാനിപ്പോ ഈ ഷോപ്പിന്റെ കെയർ ഓഫിൽ അവരുടെ ചുറ്റുവട്ടത്ത് ഞാൻ വർക്ക് ചെയ്യണം, ഞങ്ങൾ 2 പേര് അവിടെ ഒരു റൂം എടുത്ത് വർക്ക് ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മുടെ എംറാളുടെ ശൈലേഷ് സാർ പറഞ്ഞ് ട്രിവാൻഡ്രത്തപ്പുറത്ത് റൂം എടുത്തിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഒരാഴ്ചയൊക്കെ അവിടെ നിൽക്കാറുണ്ട്. ഒരു ഷോപ്പിന്റെ അടുത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. അത് എന്താ പറയാ, എന്റെ ഇഷ്ടം അല്ലെ എന്ന് പറയുന്ന കണക്കാണ്. അപ്പൊ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ഈച്ച് PUC വണ്ടർ വേൾഡ് ക്യുക്ക് ഓണർ അല്ലെങ്കിൽ സ്റ്റാഫ് ടു ഗിവ് പ്രോപ്പർ സർവീസ് ടു കസ്റ്റമേഴ്സ്. ഓക്കെ, നമ്മളത് സൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു 8 റൂൾസ് അല്ലെ, നമ്മൾ 8 കാര്യങ്ങൾ എന്താ? ട്രെയിൻ യുവർ സ്റ്റാഫ്. ഒന്നാമത്തത്, നമ്മളെ സ്റ്റാഫിന് ആര് പറഞ്ഞു കൊടുക്കണം? കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. ഈ സിസ്റ്റം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. പ്രൊഡക്റ്റുകളെ കുറിച്ച് ചെറിയൊരു ബ്രീഫിംഗ് കൊടുക്കേണ്ടത് നമ്മളാണ്. സ്റ്റാഫുകൾ ഇടയ്ക്കിടയ്ക്ക് മാറി വരും അല്ലെ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പർ ട്രെയിൻ
കൊടുത്തുകൊണ്ടേയിരിക്കണം. അതർവൈസ് നമ്മളെ ഒരേ സ്റ്റാഫ് തന്നെയാണ് റൺ ചെയ്യുന്നെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. സ്റ്റാഫ് മാറുന്നതനുസരിച്ച് പ്രൊഡക്റ്റ് നോളജ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ, അല്ലെ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത്, ഡോണ്ട് മേക്ക് പ്രോമിസസ് ദാറ്റ് യു കാൺ കീപ്. എന്ന് വെച്ചാൽ നമുക്ക് പാലിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. കാരണം ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒരുപക്ഷെ എന്താ പറയാ, കുറച്ച് നാളത്തേക്ക് കമ്പനി സീഡ്സ് വളരെ നല്ല പ്രോഡക്റ്റ് ആണ്, അത് എടുക്കുന്ന ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ത് തോന്നുന്നു ചോദിക്കണം, സാറേ ഈ ആഴ്ചയല്ല സാർ, നെക്സ്റ്റ് വീക്ക് സാർ വന്നോളൂ, ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞാൽ അതൊരു ഫാൾസ് പ്രോമിസ് ആണ്. കാരണം അത് നെക്സ്റ്റ് വീക്ക് വരുമില്ലെന്ന് എനിക്ക് അതൊരു ഉറപ്പില്ല. ശരിയല്ലേ? ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ചായി, നമ്മളത് കണ്ട്, സാറേ പുതിയ പ്രോഡക്റ്റ് അത് 6-ാം തീയതി ആകുമ്പോൾ സാർ വന്നോളൂ, ഞാൻ തരാം, ഇങ്ങനെ പറയരുത്. നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ പറയുക, പറയുന്ന കാര്യങ്ങൾ നമുക്ക് പാലിക്കാൻ സാധിക്കണം, അല്ലെ? ബി ഹെൽപ്ഫുൾ. തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം. കാരണം ഒരു പക്ഷേ ഹൈറ്റ് കുറഞ്ഞ ഒരാൾ വരുന്നു, ചിലപ്പോൾ കുട്ടി വരാം, ചിലപ്പോൾ പ്രായമായ ആൾ വരാം. അവർക്ക് ഒരു പക്ഷേ എത്താൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ സ്റ്റാക്കിംഗ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ സഹായിക്കണം, അല്ലെ? നമുക്ക് സഹായിക്കാൻ സാധിക്കണം. പിന്നെന്താണ്? അഡ്രസ് കംപ്ലൈൻസ്. ഒരു കസ്റ്റമർ എന്തെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ അത് ശ്രദ്ധാപൂർവ്വം നമ്മളത് കേൾക്കണം, അത് വേണ്ടി വന്നാൽ നോട്ട് ചെയ്യണം, അത് ആവശ്യമെങ്കിൽ മെയിൽ കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ മെയിൽ കൊടുക്കണം. നമ്മൾ അങ്ങോട്ട് പറയുമല്ല, ഇങ്ങോട്ട് പറയുന്ന കേൾക്കാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പിന്നെന്താ? ലിസൺ. നമ്മൾ കൂടുതൽ കേൾക്കാനാണ്. പിന്നെന്താ? ത്രോ ഇൻ സംതിങ് എക്സ്ട്രാ. തീർച്ചയായിട്ടും നോക്കൂ, ഒരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ ആവശ്യാനുസരണം അവർക്ക് വേണ്ട കുറച്ച് ഇൻഫർമേഷൻ ആവാം, കുറച്ച് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ആവാം, എന്തായാലും അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരുടെ ഒരു മൈൻഡ് സെറ്റപ്പ് അനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എല്ലാവർക്കും നമുക്ക് ഒരേ ഇൻഫർമേഷൻ കൊടുക്കുകയല്ല വേണ്ട. ആര് കസ്റ്റമർ ഷോപ്പിൽ വന്നാലും ഇന്റിമേറ്റ് ഭാഷ അറിയാമോ എന്ന് ചോദിക്കുകയില്ല. അവരുടെ നീടും കൂടെ മനസ്സിലാക്കി അവര് ശരിക്കും കേൾക്കാൻ തയ്യാറാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ? അവർ യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിനോട് മാം ഉപയോഗിക്കാത്ത കാരണം സാർ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട്, സാറിന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയാം, അതല്ലെങ്കിൽ സാർ നെക്സ്റ്റ് ടൈം വരുമ്പോൾ പറഞ്ഞുതരാം, അതെന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ? അത് എന്ത് ചെയ്യും? നമ്മുടെ സെയിൽസ് വർദ്ധിക്കും. ത്രോ ഇൻ സംതിങ് എക്സ്ട്രാ. നമ്മൾ എന്തെങ്കിലും കുറച്ച് എക്സ്ട്രാ കൊടുക്കണം. പിന്നെന്താണ്? ടേക്ക് ദ എക്സ്ട്രാ സ്റ്റെപ്പ്. എന്തിനാ? നമ്മളെ കസ്റ്റമേഴ്സിന്റെ, അല്ലെ, അവരുടെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുടെ നിലനിർത്താൻ, അല്ലെങ്കിൽ നമ്മള് സെയിൽസ് വർദ്ധിപ്പിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ഒരല്പം എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് നമുക്ക് എന്താ പറയാ, പോസിറ്റീവായി സേഫ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കണം. അല്ലാതെ ആരും ചെയ്യാത്ത വേറിട്ട കാര്യങ്ങൾ, അല്ലെ, സിസ്റ്റത്തിന് വിരുദ്ധമായ ഒരു കാര്യവും പോയി ചെയ്യും. ഒരു കാര്യം ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ഷോപ്പ് ക്ലീൻ ആൻഡ് ടൈഡി, അല്ലെ? നമ്മുടെ ഷോപ്പ് നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം, ഫസ്റ്റ് പ്രയോറിറ്റി അതായിരിക്കും. അറേഞ്ച് ദ പ്രോഡക്റ്റ് നീറ്റ്ലി ആൻഡ് ഇൻ ഓർഡർ, അല്ലെ? ഇൻ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. കീപ് ദ ഷോപ്പ് ഏരിയ വെരി ക്ലീൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെയിലി ഒരു ക്ലീനിങ് മെത്തേഡ് നമ്മൾ കൊണ്ടുവരണം. ഹൗ ടു ഡെവലപ്പ് എ വണ്ടർ വേൾഡ് ക്യുക്ക്. അങ്ങനെ ആപ്ലിക്കന്റ് നീഡ് ടു ഹൗ ടു അലോട്ട്. എങ്ങനെയാണ് ഒരു ഷോപ്പ് അലോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോണത്. ആപ്ലിക്കന്റ് ഒരു അസോസിയേറ്റ് ബയർ ആണോ എന്ന് ഒരു നിർബന്ധവുമില്ല. ആർക്ക് വേണമെങ്കിലും ഒരു ഷോപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കൊരു ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു ഐഡി ഉണ്ടാകണമെന്ന്. ആ ഐഡി നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പൊ എന്റെ വൈഫിനാണ് ഐഡി, എനിക്ക് ഐഡി ഇല്ല, എനിക്ക് വേണമെങ്കിലും ഒരു ഷോപ്പിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്റെ മകന് ഐഡി ഇല്ല, എന്റെ മകന് വേണമെങ്കിലും ഒരു ഷോപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഫില്ലപ്പ് ആൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ത്രൂ നമ്മളെ RCM അറിയാലോ, rcmworld.com നമ്മൾ എടുക്കുന്ന സൈറ്റ്. ആ സൈറ്റ് എടുക്കുക. സൈറ്റിൽ എന്ത് ചെയ്യുക? അവിടെ ചെയ്യേണ്ടത് നമ്മളെ ഫോട്ടോ, പാൻ കാർഡ്, അഡ്രസ് പ്രൂഫ്, അതായത് നമ്മുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, നമ്മുടെ സിഗ്നേച്ചർ, നമ്മുടെ ഷോപ്പിന് അകത്തുനിന്ന് എടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ഒരു 3 ഫോട്ടോസ്, വെളിയിലെ ഫോട്ടോസ്, അല്ലെ, റോഡിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ്, പിന്നെന്താ നമ്മുടെ ഷോപ്പിന്റെ ഒരു സ്കെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ലൊക്കേഷൻ അറിയാനായിട്ട് ഇലക്ട്രിസിറ്റി ബില്ലിന്റെ അല്ലെങ്കിൽ റെന്റ് എഗ്രിമെന്റ് കോപ്പിയുടെ കാര്യം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ എങ്ങനെ പോകേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ RCM ലോഗിൻ ചെയ്യുക. സൈറ്റിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? മൈ അക്കൗണ്ട് എടുക്കുക. RB സ്റ്റോർ മാനേജ്മെന്റ്.
അത് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടർവേർഡ് PUC കീസോഡ് ഔട്ട്ലെറ്റ് ആപ്ലിക്കേഷൻ എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതിൽ നിങ്ങൾക്ക് വണ്ടർവേർഡ് ആണോ, വണ്ടർവേർഡ് ക്യുക്ക് ആണോ, വണ്ടർവേർഡ് പ്രൈം ആണോ, ഓവർ പെയിന്റ് ഷോപ്പ് ആണോ, കീസോഡ് ആണോ, ഡിസ്പ്ലേ വാൾ ആണോ. ഡിസ്പ്ലേ വാളും അവിടെ നിന്നാണ് എടുക്കുന്ന, ഓർക്കുക. കാരണം അത് കാണുന്നില്ലെന്ന് പറയാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക, തീർച്ചയായിട്ടും അത് നെക്സ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ഞാൻ വണ്ടർവേർഡ് ക്യുക്കിന്റെ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ആപ്ലിക്കന്റ് നെയിം അല്ലെ, അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട 1, 2, 3, 4, 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ ഇടുക. രണ്ടാമത്തെ സ്റ്റോറിന്റെ ഇൻഫർമേഷൻ ഇടുക. മൂന്നാമത്തെ ലൊക്കേഷൻ ഇമ്പോർട്ടൻസ്. ഓക്കെ. 4, നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുക. 5-മത്തെ നമ്മൾ ഓതറൈസേഷൻ, നമ്മൾ ഒരു റോയൽറ്റി അച്ചീവർ ആൻഡ് ടെക്നിക്കൽ അച്ചീവർ. ഒരു കാര്യം കൂടി പറയാം, ഒരു പക്ഷേ നമ്മൾ റോയൽറ്റി അച്ചീവർ ആയിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നതെങ്കിൽ ആരുടെ ID എന്നാണോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ID റോയൽറ്റി അച്ചീവർ ആക്കി വെക്കാൻ പാടില്ല. ഉദാഹരണം, ഒരു ടെക്നിക്കൽ അച്ചീവർ ആണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്. ആ ടെക്നിക്കൽ അച്ചീവറിന് ഈ ഷോപ്പിന്റെ നമ്മളെന്തറിയാം ഓതറൈസ് ചെയ്യേണ്ട ടെക്നിക്കൽ അച്ചീവർ ആവാൻ പാടില്ല. അപ്പൊ വേറൊരു വ്യക്തിയാകും. ശരിക്കും പറഞ്ഞാൽ ആരാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആരാണോ ആപ്ലിക്കന്റ് അവരെ ID ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ ഫാമിലി ID ആ ID ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ല കാര്യം അതാണ്. റൈറ്റ്. വേണ്ട ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുക, അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇറ്റ് ഈസ് ആൾവേസ് ടു ബെറ്റർ ടു സ്റ്റാർട്ട് PUC ഇൻ ദ നെയിം ഓഫ് എ പേഴ്സൺ വിത്ത് ലിമിറ്റഡ് ഇൻകം. അപ്പൊ അത് വേറൊന്നും കൊണ്ടല്ല. നോക്കൂ, നമ്മൾ ഒരുപക്ഷെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളിന്റെ അല്ലെങ്കിൽ വേറൊരു ബിസിനസ് ഉള്ള ആളുടെ പേരിൽ ഇത് കൊടുക്കുവാണെങ്കിൽ തന്നെ ഉടനെ തന്നെ അവർക്കും ഈ പറഞ്ഞ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിലുള്ള അതർ മെമ്പറിന്റെ, നമ്മുടെ സ്പൗസിന്റെ പേരിലും മക്കളുടെ പേരിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ പ്രശ്നമൊന്നും. നമ്മളെ ടാക്സ് കോംപ്ലിക്കേഷൻസ്, അതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്തതുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും പറ്റും, അമ്മയുടെയോ അച്ഛന്റെയോ അങ്ങനെ ആരുടെയെങ്കിലും പേരിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞതാണ്. റൈറ്റ്. പിന്നെ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് നമ്മൾ പോകുന്നു, നമ്മൾ സ്റ്റോറിന്റെ സ്റ്റെപ്പ് കൊടുക്കുന്നു. സ്റ്റോറിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. PUCയുടെ പേര്, അതായത് വണ്ടർവേൾഡ് ക്യുക്കിന്റെ പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ വണ്ടർവേൾഡ് ക്യുക്ക് എന്ന് കൊടുക്കണം. ഇപ്പൊ രാഹുൽസ് RCM സൂപ്പർ മാർക്കറ്റ്, സത്യം പറഞ്ഞ രാഹുൽസ് എന്ന് മാത്രമാണ് പേര് കൊടുക്കേണ്ടത്. സത്യത്തില് അടൂർ വണ്ടർവേൾഡ് ക്യുക്ക് എന്ന് കൊടുക്കേണ്ട, വെറും അടൂർ. ആ സ്ഥലത്ത് എന്താണോ നമ്മള് ആ സ്ഥലം, ഇപ്പൊ മണിമല ഷോപ്പ് അവർ മണിമല എന്നാണ് കൊടുത്ത, മണിമല എന്ന് മാത്രം കൊടുത്താൽ മതി, വേറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആൾറെഡി ഒരു GST ഉള്ള ആൾ, ആ GST ഉള്ള ആള് മറ്റൊരു ഷോപ്പ് എടുക്കുവാണെങ്കിൽ ആ GSTയിൽ എന്ത് പേരാണോ കൊടുത്തേക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ ആ പേര് തന്നെ ഇവിടെയും കൊടുക്കും. ഓക്കെ. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ കൊടുത്തേക്കുന്നത് ഒരു ബേക്കറിയാണ്. അപ്പൊ ആ ബേക്കറിയുടെ പേര് തന്നെ അങ്ങനെ തന്നെ GSTയിൽ എന്താണോ എങ്ങനെയാണോ അത് അപ്പിയർ ചെയ്യുന്നത് അതേ രീതിയിൽ നമ്മൾ പേര് കൊടുക്കും. അതിൽ വേറെ സ്പെല്ലിങ്ങുകളൊന്നും അതിന്റെ കൂടെ വേറൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. സെയിം പേര് കൊടുക്കുക. അപ്പൊ ഒരു കാര്യം കൂടി പറയാം, അങ്ങനെ GST ഉള്ളൊരു കസ്റ്റമർ ആണ് ഇത് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് GST ആഡ് ചെയ്യണം. നമ്മളെ GST കൺസൾട്ടന്റ് പറഞ്ഞിട്ട് യെസ് ഈ ഫേമും കൂടി നമ്മളെ GSTയിൽ ആഡ് ചെയ്ത് തരാൻ പറയണം. 2 സ്ഥലത്ത് 2 അഡ്രസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സ്പോട്ടും കൂടി അതിനകത്ത് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് ചെയ്യിക്കേണ്ടത്. ഓക്കെ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കുന്നംകുളത്ത് ഒരു ഷോപ്പ് നടക്കുന്നു, നമുക്ക് അടുത്ത ഷോപ്പ് വേണ്ടത് എറണാകുളത്തേക്കാണ്. അപ്പൊ കുന്നംകുളത്ത് ആൾറെഡി GST ഉള്ള ഒരാളുടെ സംബന്ധിച്ച് എറണാകുളത്ത്, ഇപ്പൊ ഉദാഹരണം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കുന്നംകുളത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ കുന്നംകുളം മാത്രമേ ഉള്ളെങ്കിൽ, സോറി എറണാകുളത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുന്നംകുളമാണ് സ്പോട്ട് കാണിക്കുന്നതെങ്കിൽ അവർ ചോദിച്ചാൽ നമുക്കത് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് 2 സ്പോട്ടും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എറണാകുളത്തേക്കോ കുന്നംകുളത്തേക്കോ പോകുന്നാൽ യാതൊരു തടസ്സമില്ല. കാരണം നമ്മുടെ 2 സ്പോട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്തോളും. ഓക്കെ. ഇഫ് യു ആഡ് സൂപ്പർ മാർക്കറ്റിന്റെ നെയിം, അവിടെ പ്രശ്നം എന്തറിയോ, സൂപ്പർ മാർക്കറ്റ് എന്നും മറ്റും കൊടുക്കുമ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പേര് ഇപ്പൊ കൊടുത്ത് ആരും ചെക്ക് ചെയ്തില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പേര് കൊടുത്താൽ നമ്മൾ സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം, കമ്പൾസറിയാണ്. ഞാനിപ്പോ മണിമല എന്ന് മാത്രം ഒരു പേര് കൊടുത്ത്, കരവാരം എന്ന് മാത്രം ഒരു പേര് കൊടുത്ത് ഒരു പ്രശ്നമില്ല. ചെറിയൊരു ഷോപ്പ് ഞാനായിട്ട് നടത്തുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കൊടുക്കാം. ഈ സൂപ്പർ മാർക്കറ്റ് എന്നും അല്ലെ ഈ പറഞ്ഞ അല്ലാതെ മാളും ഇങ്ങനെയൊക്കെ പേര് കൊടുക്കുമ്പോൾ നമ്മളെ ലേബർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാഫ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് ബുദ്ധിമുട്ട് വരാതെ നമുക്ക് എന്ത് ചെയ്യും, ഇത് നമ്മളെ സംരക്ഷിക്കും. പിന്നെ അതുപോലെ എന്ത് ചെയ്യണം, IFSC കോഡ് ഒരുപക്ഷെ
നമ്മുടെ ബാങ്ക് ആഡ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ തമിഴ്നാട്ടിലോ കർണാടകയിലോ കാണിക്കുന്നെങ്കിൽ നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ഫസ്റ്റ് ഓർഡർ അസ് ഓഫ് നൗ 5 ലക്ഷം എന്നൊരു പരിമിതി ഉണ്ട്. ഇപ്പൊ 6 ലക്ഷം ആക്കിയിട്ടുണ്ടെങ്കിലും 5 ലക്ഷം ഇടുന്ന ആൾക്കാർക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ട ലൊക്കേഷൻ, അതായത് 4ാമത് ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാമോ എന്നറിയത്തില്ല, ഞാനത് ഇത് കർസർ വെച്ചേക്കുന്ന കാണാം. ലാറ്റിറ്റ്യൂഡും ലോണ്ടിറ്റ്യൂഡും വേണ്ട, ഇത് കർസർ, ഇപ്പുറത്തെ കർസർ. ഇവിടെ 253217379. അതിന്റെ അപ്പുറത്തെ പേരുണ്ട് 74 ഓക്കെ 5869 അതായത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്. ഒരു സ്ഥലത്തിന് സ്പെസിഫിക്കലി അറിയാനായിട്ട് ഈ നമ്പേഴ്സ് ഉണ്ടാവും. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ്, ഇതിപ്പോ ബില്ലുവാരാണേ, അങ്ങനെ കറക്റ്റ് അല്ല കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ സ്പോട്ടും ഇതുമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്ത് ആ സ്പോട്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ലൊക്കേഷൻ എന്ന് കൊടുത്താൽ അത് ആയിക്കോളും. മറ്റൊരു കാര്യം, നമ്മൾ ആൾറെഡി റണ്ണിങ് ഷോപ്പ്, പണ്ട് ഈ പറഞ്ഞ രീതിയിൽ ലൊക്കേഷൻ നമ്മളായിരുന്നില്ല ഇടുന്നത് അല്ലെ. നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു, അവരെന്ത് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്തു, അവര് ഒരു ലൊക്കേഷൻ, നിങ്ങൾ ചാലക്കുടി എന്ന് കൊടുത്ത്, ചാലക്കുടി ഏത് ഭാഗത്താവാം, അതിരപ്പള്ളി ഭാഗത്തേക്ക് ആകാം, ഇപ്പുറം മാള ഭാഗത്തേക്ക് ആകാം, രണ്ടായാലും നമുക്ക് ചാലക്കുടിയാണ്. അവരെടുത്ത് എന്ത് ചെയ്യാം, റെയിൽവേ സ്റ്റേഷൻ കുറച്ച് അപ്പുറത്തുള്ള സ്പോട്ട് ചാലക്കുടിയായി കാണിച്ചു. നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 3-3.5 കിലോമീറ്റർ ദൂരത്തുള്ള വേറൊരു ഷോപ്പ് എടുക്കുമ്പോൾ ഒരുപക്ഷെ ഇത് അപ്പുറത്തെ വശത്താണ്, ഇവിടെ എന്ത് കാണിക്കും, ദൂരം കുറവായിട്ട് കാണിക്കും. അപ്പൊ നമ്മളെ സൈറ്റിൽ കയറി നിങ്ങളെ ഷോപ്പിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് നോക്കാം. കാരണം പണ്ട് ലൊക്കേഷൻ ആഡ് ചെയ്തത് കമ്പനിയായി അല്ലെ. ഇനി ഒരുപക്ഷെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചെങ്കിൽ എന്ത് സംഭവിക്കും, പുതിയൊരു ഷോപ്പിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മളെ ഷോപ്പ് ചിലപ്പോൾ റൺ ചെയ്യുന്നത് എവിടെ ആയിരിക്കും, കറക്റ്റ് അങ്കമാലി പ്രോപ്പർ ടൗണിലായിരിക്കും. ഈ പ്രോപ്പർ ടൗണിൽ ആണ്, പക്ഷെ നമ്മൾ ലൊക്കേഷൻ കിടക്കുന്നോ അങ്കമാലിന് ചിലപ്പോൾ 2-3 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. എന്ത് സംഭവിക്കും, കമ്പനി ഒരു പുതിയ ഷോപ്പ് അനുവദിക്കും. സംഭവിച്ചത് എന്താണ്, നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ തെറ്റായിരുന്നെന്ന് നമുക്കറിയില്ല. ഇതാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് നിങ്ങളെ ഷോപ്പിന്റെ യഥാർത്ഥ ലൊക്കേഷനും നിങ്ങളെ ഷോപ്പ് ആക്ട് ചെയ്യുന്നതും ഒരേ സ്ഥലത്താണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ാണ് ഇനി നമുക്ക് എന്താണ് ലീഡേഴ്സ് ആയിട്ട് വരുന്ന പ്രോജക്റ്റ് ആൻഡ് ടെക്നിക്കൽ അച്ചീവേഴ്സ് നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവരെ കൊണ്ട് നമ്മൾ POC വെരിഫിക്കേഷൻ ചെയ്യണം. ആപ്ലിക്കന്റ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും അവരെ കൊണ്ട് വെരിഫൈ ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ ജനറേറ്റിംഗ് ദ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഈ KSEBിയുടെ ബില്ല് നിങ്ങൾക്ക് മെയിൽ അയച്ചു കൊടുക്കാൻ പറ്റും. puccare@rcmbird.com എന്ന മെയിൽ ഐഡിയിലേക്കാണ് അയക്കേണ്ടത്. puccare@rcmbird.com നിങ്ങൾ അയക്കരുത്. ആ മെയിൽ ഐഡിയിലേക്ക് പോയാൽ നമുക്ക് എന്ത് കിട്ടും, എന്ത് കിട്ടില്ല, ഇത് സംഭവം നടക്കത്തില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി വെരിഫൈ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ you will get an application number, verify online POC application by applicant, quality achiever and a technical achiever. Okay, if the shop is already furnished ഷോപ്പ് ആണ് നിങ്ങൾ ഇടുന്ന, കമ്പനി പാറ്റേൺ ആണെങ്കിൽ ആ ഫോട്ടോ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ വണ്ടർവേൾഡ് കെയറിലേക്ക് മെയിൽ ചെയ്യണം, അവരെ ഇൻഫോം ചെയ്യണം. ഓക്കെ, അവരെ ഇൻഫോം ചെയ്തിട്ട് ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിയുമ്പോൾ അതിന് എന്ത് ചെയ്യണം, നമ്മളെ എക്സ്ക്യൂസ് എടുക്കണം. ഇപ്പൊ ഉദാഹരണം, സപ്പോസ് നമ്മളൊരു ഷോപ്പ് നമ്പർ, ഇതാണ് നമ്മളെ കോഡ് ഷീറ്റ്. ഇത് എവിടെ കാണും, ഇതും നമ്മളെ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത ആളിനത് കാണാൻ സാധിക്കും. നമ്മളുടെ കമ്പനി വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ എന്ത് പറയും, ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. നിങ്ങളെ സ്പോട്ട് ചെക്ക് ചെയ്ത് കമ്പനിക്ക് ബോധ്യപ്പെട്ടു. ഇപ്പൊ ഉദാഹരണം, ചേർത്തലയ്ക്ക് നിങ്ങളുടെ ഷോപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തു, അവിടെ വേറൊരു ഷോപ്പ് നടത്തുന്നതെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, ഈ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ആ സ്ഥലത്ത് വേറെ ഷോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്റെ അടുത്ത് വേറെ ഷോപ്പ് ഇല്ല, കാരണം അപ്പൊ ഒരു വേറെ ഒബ്ജക്ഷൻ, ഒരു ഷോപ്പിന്റെ ഒബ്ജക്ഷൻ, ഇന്ന നമ്പറുകൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ താഴെ തന്നെ ഇന്ന ഷോപ്പിന്റെ ഒബ്ജക്ഷൻ എന്ന് എഴുതി കാണിക്കും. അപ്പൊ ഈ നമ്പറുള്ള ഷോപ്പ് എവിടെയാ, ഈ നമ്പറുള്ള ഷോപ്പ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കാൾ 3-4 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോഴെന്ത് ചെയ്യണം, തീർച്ചയായിട്ടും മെയിൽ കൊടുത്ത് ഈ ഷോപ്പിന്റെ ടെക്നിക്കൽ അച്ചീവറിനോ അല്ലെങ്കിൽ റോയൽ ടീച്ചറോട് പറയുക, സാറേ നിങ്ങളെ ഷോപ്പ് യഥാർത്ഥത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ന സ്ഥലത്താണ്, പക്ഷെ ഞാൻ കൊടുത്ത ആപ്ലിക്കേഷനിൽ ഒബ്ജക്ഷൻ വന്നതിന്റെ കാരണം ഇതാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, കമ്പനിയെ കൊണ്ട് കൺഫേം ചെയ്യിച്ച് അതിന്റെ ലൊക്കേഷൻ ഇന്നതല്ല
നെക്സ്റ്റ് എന്താ പറയാ ഒറിജിനൽ സ്ഥലം ഇതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ മാറ്റി നമുക്ക് അവിടെ ഷോപ്പ് അനുവദിക്കും. ഷോപ്പ് അനുവദിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഒരു കോസ്റ്റ് ഷീറ്റും അവിടെ തന്നെ കാണിക്കും. ഈ കോസ്റ്റ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഡിപ്പോ സെലക്ട് ചെയ്യണം. ഡിപ്പോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യുക. വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ എമൗണ്ടിൽ വ്യത്യാസം വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിമാർക്സ് കോളം ഉണ്ട്, അവിടെ നമ്മൾ കൊടുക്കണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ പറ്റും, പക്ഷെ പുതിയ സാധനം ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് വീണ്ടും കമ്പനി വെരിഫൈ ചെയ്യും. കമ്പനിയിൽ നിന്ന് ഫർണിച്ചർ ഡിപ്പാർട്ട്മെന്റ് വെരിഫൈ ചെയ്തതിനു ശേഷം അവരെന്ത് ചെയ്യും, അവർ ഒന്നുകൂടി നിങ്ങൾക്ക് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രത്യേകത അയച്ചു തരും. ഈ കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ നമ്മൾ ഓക്കെ കൊടുക്കണം. ആ റിമാർക്സ് കോളത്തിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത്, അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് വേറെ പ്രശ്നം. ഇത് എന്താ പറയാ, ഷോപ്പ് ഫർണിച്ചർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെയിലാണ്. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ താങ്ക് യു ഫോർ റൈറ്റിംഗ് എസ്, യുവർ അപ്രൂവ്ഡ് ഫർണിച്ചർ വിൽ ബി ഡിസ്പാച്ച്ഡ് ദ നിയറസ്റ്റ് ഡിപ്പോ ഇൻ ദ ഷെഡ്യൂൾഡ് വെഹിക്കിൾ. എവിടെ ഇത് നിങ്ങൾക്ക് മെയിലല്ല, നിങ്ങളെ ഈ സൈറ്റിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങളെ ഷോപ്പിന്റെ കാര്യം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോഴും വളരെ സൗകര്യമാണ്. ഓൺ ക്ലിയറൻസ് ഓഫ് വെരിഫിക്കേഷൻ കമ്പനി വിൽ ആസ്ക് ഫോർ ദ എമൗണ്ട് ഡെപ്പോസിറ്റ്, അല്ലെ, ഇൻക്ലൂഡിംഗ് സെക്യൂരിറ്റി ആൻഡ് ഫർണിച്ചർ. അതായത് നോക്കുക, നമുക്ക് 10,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഫർണിച്ചർ എമൗണ്ട്, ഇത് രണ്ടും ഡെപ്പോസിറ്റ് ചെയ്യാൻ 2 കോളം ഉണ്ട്, 2 സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ബാങ്കിൽ പൈസ അടച്ചിട്ട് ആ സ്ലിപ്പ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇന്ന് പൈസ കൊടുത്ത് നിങ്ങൾ SBIയിലേക്കാണ് അടയ്ക്കേണ്ടത്. സ്ലിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് PUC കോഡ് കിട്ടും. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് സൈൻ ബോർഡിന് ഇപ്പൊ 438 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് റേറ്റ് വരുന്നത്. നമ്മുടെ ആവശ്യമനുസരണം അതിന്റെ നീളം നമുക്ക് ആവശ്യം, അതായത് 6 മുതൽ 12 സൈസ് വരെ ഇന്ന് അവൈലബിൾ ആണ്. അതായത് 6x3, 7x3, 8x3, 9x3, 10x3, 11x3, 12x3 അങ്ങനെ കിട്ടും. കോസ്റ്റ് ഓഫ് റാക്കും നമ്മൾ ഇത് പേ ചെയ്യണം. as per നമ്മളെ എന്താണ് കോസ്റ്റ് ഷീറ്റിലുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ PUC കോഡ് കിട്ടും. PUC കോഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട മൊബൈൽ നമ്പറാണ്, അല്ലെ, നമ്മുടെ സൈറ്റ് അല്ലെ POSന്റെ സൈറ്റ് എടുത്തിട്ട് അവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുത്ത് ഫർഗെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങളെ മൊബൈലിലേക്ക് പാസ്വേഡ് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാൻ, ലോഗിൻ ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പൈസ അടയ്ക്കണം. നിങ്ങൾക്ക് എന്താണ് വിത്തിൻ 14 days, അല്ലെ, PUC അലോട്ട് ചെയ്ത് ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മൾ മിനിമം 5 lakhs ആണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ആ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് RCM BHI എന്ന നമ്പറിലാണ്. SBI അക്കൗണ്ടിലേക്ക് പിന്നെ നിങ്ങൾ പൈസ അടയ്ക്കേണ്ട. ഒൺസ് എന്താ പറയാ, ഷോപ്പ് അനുവദിച്ചു കഴിഞ്ഞാൽ, ഷോപ്പ് അനുവദിക്കും മുമ്പ് നിങ്ങൾക്ക് SBIയിലേക്ക് വേണമെങ്കിൽ ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഷോപ്പ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ RCM BHI എന്ന് വരുന്ന അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ അടയ്ക്കേണ്ടത്. റൈറ്റ്. ഇനി നമ്മൾ എന്താ പറയാ, ഇതാണ് ഒരു പുതിയ ഷോപ്പിന്റെ അലോട്ട്മെന്റ്. സമയം കുറവായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താ പറയാ, ഡിപ്പോമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു റിലേഷനെ കുറിച്ചാണ് പറഞ്ഞു. അതാ ഇവിടെ എഴുതിയേക്കുന്നത്, യു മസ്റ്റ് വിസിറ്റ് ദ ഡിപ്പോ. അതായത് അതായത് ആരാണ്, ഷോപ്പ് ഓണേഴ്സ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത്. ശരിക്കും ഡിപ്പോ കാണാത്ത ഓണേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിപ്പോ കാണാത്ത ഏതെങ്കിലുമൊക്കെ ഓണേഴ്സ് ഉണ്ട്, PUC ഓണേഴ്സ്? തീർച്ചയായിട്ടും ഇഷ്ടംപോലെ PUC ഓണേഴ്സ് ഉണ്ട്, ഡിപ്പോ കാണാത്തത്. ഓക്കെ, അപ്പൊ ഞാനത് ചോദിച്ച് ആരും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമ്മൾ ഉറപ്പായിട്ട് ഈ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ എവിടെന്നാ കിട്ടുന്നത്, നമ്മുടെ ഡിപ്പോയിൽ. ആ ഡിപ്പോയിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും മാസത്തിൽ നമ്മളൊന്ന് പോയാൽ അവിടെ നടക്കുന്ന വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല കാര്യമാണ്, അല്ലെ? എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, ഇവിടുത്തെ സ്റ്റോക്ക് പൊസിഷൻ എന്താണ്? അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഡിപ്പോക്കാരനെ, അല്ലെ, നമ്മൾ ഇത്രയും സാധനം സെയിൽ ചെയ്യണമെന്നോ നമ്മൾ നന്നായിട്ട് സെയിൽ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഒരു ആവശ്യം ഡിപ്പോക്കാരനില്ല. പക്ഷേ സെയില് വർദ്ധിപ്പിക്കേണ്ടത്, നമ്മുടെ സെയില് കൂട്ടേണ്ടതും ഷോപ്പുകാരന്റെ ആവശ്യമാണ്. ഒരു പക്ഷെ നിങ്ങൾ 50,000 രൂപ അടച്ചു പോയി, 50,000 രൂപ അല്ലെങ്കിൽ 1 lakh അടച്ച് ഡിപ്പോയിലെത്തി സാധനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പക്ഷേ 1 or 2 സാധനങ്ങൾ ലഭ്യമല്ല. അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തപ്പോൾ ഒരു പക്ഷേ അത് 1 or 2 പീസ് അവിടെ ഡാമേജ് ഉള്ളത് കൊണ്ട് കാണിച്ചതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും,
അപ്പൊ ശരി 80,000 മതി എന്ന് പറഞ്ഞു വരില്ല. അപ്പൊ ബാക്കി 20,000 ബാലൻസ് ഉണ്ട്. എന്ത് ചെയ്യട്ടെ? ഏതെങ്കിലും 2-3 പ്രോഡക്റ്റൂടെ നമ്മൾ ആഡ് ചെയ്ത് എന്ത് ചെയ്യും? നമ്മൾ കൊണ്ടുവരും. പക്ഷെ നമ്മളെ ഷോപ്പിൽ വരുന്ന ആൾക്കാരോ നമ്മുടെ അടുത്ത് നിൽക്കും, സാറേ ആൾപ്രോ ഉണ്ടോ? ആൾപ്രോ ഇല്ലല്ലോ, പകരം KSRTC തരട്ടെ. നോ നോ നോ, എനിക്ക് ആൾപ്രോ മതിയായി, അല്ലെ? കസ്റ്റമേഴ്സ് അങ്ങനെയല്ല. അപ്പൊ നമ്മളെ നീഡാണ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ഡിപ്പോക്കാരന്റെ നീഡല്ല നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. അത് നമ്മൾ ബോധ്യപ്പെടുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്പോക്കാരന്റെ സർവീസ് നമ്മൾ പിടിച്ചു മേടിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇന്നതാണല്ലോ എന്ന് പറഞ്ഞു ഒരു പക്ഷെ ഡിപ്പോ എടുത്തു വെക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്. നിങ്ങൾ ഓരോ പർച്ചേസും നമുക്ക് എവിടെ കാണാൻ പറ്റും? നിങ്ങൾക്ക് ഡിപ്പോയുടെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അതെന്താ അവിടെ നിങ്ങൾക്ക് റിമാർക്കായിട്ട് എഴുതാം, ഇന്ന സ്റ്റോക്കുകൾ ഇല്ല, ഒരു 4-5 ഷോപ്പുകൾ, ഒരു ഡിപ്പോയെ കുറിച്ച് സ്റ്റോക്കുകൾ കുറവാണ്, ഇന്ന സ്റ്റോക്കുകൾ അവിടെ വരുന്നില്ല എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും അത് എടുക്കും. ഇനി നോൺ FMC സ്റ്റോക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റും, അല്ലെ? നമ്മൾ ബദൽ മാർക്കം നോക്കുക, അവര് നല്ല സർവീസ് അല്ലെങ്കിൽ പറയുക ഞാൻ ഇന്ന രീതിയിൽ ചെയ്യാൻ പോണ്. അപ്പൊ അവരൊന്നുകൂടി സർവീസ് കൂട്ടാൻ ശ്രമിക്കും. നമ്മുടെ പർച്ചേസ് ഇൻക്രീസ് ചെയ്യണം, നമ്മുടെ സ്റ്റോക്ക് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻക്രീസ് സ്റ്റോക്ക്, അല്ലെ? നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ പ്രൊഡക്റ്റിന്റെ സ്റ്റോക്ക് നമ്മൾ കൂട്ടണം. നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽത്തി റിലേഷൻ ഡിപ്പോയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. കാരണം ഓർക്കുക, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരസ്പരം എന്റെ ഷോപ്പ് തന്നെ സെയിൽ ചെയ്യണമെന്ന് ഡിപ്പോക്കാരന് ചിലപ്പോൾ ആവശ്യം കാണും. പക്ഷേ നമ്മുടെ ആവശ്യമാണ് ഈ ഡിപ്പോക്കാരനായിട്ട് നമുക്കൊരു നല്ല ബന്ധം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ദോഷവും ഇല്ല. അത് നമ്മൾ ഓർത്തുകൊള്ളണം. അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് ദ ഡിപ്പോ. ഡിപ്പോയുടെ പണി എന്താണ് നമ്മൾ ഓർക്കുക, അല്ലെ? തീർച്ചയായിട്ടും അവര് സെയില് കൂട്ടാനോ, കാരണം കമ്പനിയുടെ ഔട്ടില്ല. അവരെ സംബന്ധിച്ച് 3 കോടി ടോണർ കഴിഞ്ഞ് ഇനി ഒരല്പം കുറഞ്ഞാൽ അവർക്ക് എന്താ നഷ്ടം? ചെറിയൊരു എമൗണ്ട്, അല്ലെ? ചെറിയ എമൗണ്ട് ആയിട്ട്. പക്ഷെ നമുക്കതല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബിസിനസ്, അല്ലെ, എന്റെ ടേൺ ഓവർ കൂടുന്നതനുസരിച്ച് നമുക്ക് കമ്മീഷൻ. ഡു നോട്ട് ജനറലൈസ് ദ ഇഷ്യൂസ്. ഒരു ഡിപ്പോയിൽ ചെന്നു അവിടെ ഈ ഡിപ്പോയിൽ നിന്ന് എപ്പോഴും അങ്ങനെയാണ്, ഒരു നേരം അവിടെ ആട്ട കാണും, അതല്ലെങ്കിൽ അവരങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയെന്നിരുന്നാൽ നമ്മളത് ഗ്രൂപ്പിലോ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യം പറയേണ്ടത് എന്റെ ടെക്നിക്കൽ ലീഡറോടാണ്. അവരാണ് അതിന് സമാധാനം കണ്ടെത്തുന്നത്. അവർ പരിഹാരം തന്നിരിക്കും. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എമറാൾഡ്, അല്ലെ, സ്റ്റാർ എമറാൾഡ്, റൂബി, ഞാനുണ്ട്, സ്റ്റാർ റൂബി, അല്ലെ, അവിടെയും തീർന്നില്ലെങ്കിൽ നമുക്ക് സഫയർ ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ, അല്ലെ, നമ്മളെ ചെയിൻ ഓഫ് അപ്ലൈൻസ് ഉണ്ട്. നമുക്ക് അവരോട് പറയാൻ പറ്റും. നമ്മളത് പറയണം. എന്താണോ എന്റെ പ്രശ്നം, തീർച്ചയായിട്ടും അവരെ അഡ്രസ് ചെയ്തിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോണത് ഒരു ഷോപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, ആൾവേസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു കസ്റ്റമർ നമ്മളെ കടയിൽ വന്നാൽ അവരെ ഇന്ന് നമ്മൾ ഇഷ്ടം പോലെ മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പലപ്പോഴും നമ്മൾ ചിലപ്പോൾ തിരക്കില്, ചിലപ്പോൾ നമ്മൾ ന്യൂസ് കാണും, ചിലപ്പോൾ നമ്മൾ യൂട്യൂബ് എന്തെങ്കിലും വീഡിയോ കാണും. ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു കസ്റ്റമർ വന്നാൽ ചിലപ്പോൾ നമ്മൾ അറ്റൻറ്റീവ് ആയിരിക്കും. ഒരു കസ്റ്റമർ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് നമ്മളൊരു ചിരി സമ്മാനിക്കുന്ന ഹായ്, ഹലോ എന്ന് പറഞ്ഞു, അല്ലെ, നമ്മൾ അവരെ ഒന്ന് മൈൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇനി നേരെ തിരിച്ച് നമ്മളൊന്ന് കഴിച്ച്, ഞാനൊരു ഷോപ്പ് ഓണറാണ്, ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് ഇരുന്നോട്ടെ. ഞാൻ മറ്റൊരു ഷോപ്പിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വേറൊരു ഷോപ്പിൽ ചെന്ന് എൻ്റർ ചെയ്യുമ്പോൾ അവർ നമ്മൾ മൈൻഡ് ചെയ്തിരുന്നാൽ, അല്ലെങ്കിൽ അവരങ്ങനെ കൗണ്ടറിൽ അവരെ പണിയിൽ മുഴുകിയിരുന്നാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? നമ്മൾ അറിയാമല്ലോ, വലിയ വലിയ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ എന്താണ് സ്റ്റെപ്പിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ സർ വരൂ, എന്താണ് ആവശ്യം, എന്താ വേണ്ടത് എന്ന് ചോദിച്ച് വരാൻ അവിടെ പേയ്മെന്റ് കൊടുത്ത ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. ശരിയാണോ? ഇവിടെ യെസ്, എന്റെ ഷോപ്പ്, ഐ ആം ദ ഓണർ, ഐ ആം ദ ബോസ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാഫ് ആയാലും ഞാനായാലും വരുന്ന ആളിനൊന്ന് വിഷ് ചെയ്ത് ഒരു സ്മൈൽ, അല്ലെ, ചിരിക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും? നമുക്ക് നല്ലൊരു ബിഗിനിങ് ആവും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻ അവിടെ കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തത് നല്ലതാണ്. ഒരുപക്ഷെ നമ്മളതിൽ ഒരാഴ്ചയോളം സാധനം ബാക്ക് ഇൻ സ്റ്റോക്ക് നമുക്ക് തിരിച്ച് സ്റ്റോക്കിൽ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ആവശ്യപ്പെട്ടിരുന്ന ആള് ഇനി ബൈ ചാൻസ് ഒരാൾ പറയുകയാണ്, ഇപ്പൊ ആൾപ്രോ അവൈലബിൾ ആണോ?
സാറേ വന്നിട്ടില്ല. ഓക്കെ സാറേ വരുമ്പോ എന്നെ ഒന്ന് ഇൻഫോം ചെയ്തേക്കണം. ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക അല്ലെ. ആൾപ്രോ വരുമ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് എഴുതി വെച്ചേക്കും ആൾപ്രോ. അടുത്ത പ്രോഡക്റ്റ് ഏതാണ്, ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മെസ്സേജ് കൊടുക്കുക. അവരെ കഴിയുമെങ്കിൽ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്യുക, സാർ സാധനം എത്തിയിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്, കാരണം അത് നമ്മുടെ സെയിൽ കിട്ടും. ഇൻഫോം ദം അബൌട്ട് ന്യൂ പ്രൊഡക്ട്സ് അല്ലെ, പുതിയ പ്രോഡക്റ്റ് വരാൻ പോകുന്നത്, പുതിയ എന്തെങ്കിലും പോളിസി ചേഞ്ചസ്, ലൈക്ക് നമുക്ക് എന്താ പറയാ, ഇന്ന് 6 മാസം പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രീ പ്രോഡക്ട്സ് ഒരുപക്ഷെ അവര് 5 മാസം പർച്ചേസ് ചെയ്താൽ അങ്ങനെ വരുമ്പോൾ എന്ത് പ്രശ്നമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മൾ അവരെ ഇൻഫോം ചെയ്തുകൊണ്ടേയിരിക്കണം. യൂസ് ഓൺലൈൻ ബില്ലിംഗ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കഴിയുന്നതും അവർക്ക് സ്പോട്ട് ബില്ല് തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഇപ്പൊ ഇത് 90% ഷോപ്പുകളും ഓൺലൈൻ സ്പോട്ട് ബില്ല് എന്ന് വെച്ചാൽ നമ്മള് സാധനം മേടിക്കുന്നു, ആ ബില്ല് വന്നതിന് ശേഷം ആയിരിക്കും മിക്കവാറും നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. ആ രീതിയിലാണ് ഇന്ന് മിക്ക ഷോപ്പുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പണ്ടത്തെ രീതിയിലൊക്കെ മാറി. പണ്ടെന്ന് വെച്ചാൽ ഇന്ന് സാധനം മേടിച്ചാൽ നാളെ ബില്ല് വരുന്നൊരു സിസ്റ്റം. ഇപ്പൊ മിക്ക ഷോപ്പുകളും ഓൾമോസ്റ്റ് 95% ഷോപ്പുകളും സ്പോട്ട് ബില്ലിംഗ് ആണ്. അതിൽ വളരെ സന്തോഷം. ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഇന്റർനെറ്റോ എന്തെങ്കിലും പ്രശ്നമോ സൈറ്റ് സെർവർ പ്രശ്നമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആ ബില്ല് ക്ലിയർ ചെയ്യേണ്ടതാണ്. മെയിൻറ്റെയിൻ കസ്റ്റമർ രജിസ്റ്റർ, ഞാൻ ആൾറെഡി പറഞ്ഞു, ഈ ഒരു രജിസ്റ്ററും വാട്സ്ആപ്പ് ഗ്രൂപ്പും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മെയിൻറ്റെയിൻ നോട്ടീസ് ബോർഡ് ഞാൻ ആദ്യം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എഴുതിയേക്കുന്ന ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് ആയിപ്പോയി. പ്ലാൻ മിനിമം 2 എന്നാ എഴുതിയേക്കുന്നത്, അത് 4 എന്നാക്കണം. ഇപ്പൊ 2 ആയാൽ പ്ലാൻ 2 മിനിമം PVC മീറ്റിംഗ്സ് ഇൻ എ മന്ത് ഫോർ ന്യൂ പീപ്പിൾ. അവിടെ പുതിയ ആൾക്കാരെ കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 2 ഫീൽഡ് വിസിറ്റ് ഇൻ എ മന്ത്. നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഷോപ്പ് മീറ്റിംഗും 2 ഫീൽഡ് വിസിറ്റും. ഷോപ്പ് മീറ്റിംഗ് ഇവിടെ വളരെ വളരെ ഗംഭീരമായി നമ്മുടെ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്ന എമ്രാഡ് വിജയ് സാറാണ്. സാറിന്റെ ടീമിൽ ഫുൾ അവിടെ എന്താ പറയാ, ഓരോ ഷോപ്പിലും ആ ഷോപ്പിലെ ലീഡേഴ്സ് അല്ല പോണത്, ഇന്റർചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. വളരെ സൗഹാർദ്ദപരമായ ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത്. വലിയ റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് അത് ഗംഭീരമായിട്ട് നടക്കുവാണ്. എന്താ പറയുക, ഓരോ ലീഡേഴ്സും അപ്പൊ ഇന്ന ലീഡറൊന്നുമില്ല, സ്റ്റാറിന്റെ ലീഡേഴ്സ് അങ്ങോട്ട് പല പല ഷോപ്പുകളിൽ പോയി മാറി മാറി അവരുടെ ടീമിലെ നിർബന്ധം. അതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലീഡേഴ്സ് പോലും കുറച്ചുകൂടി അപ്ഡേറ്റ് ആകുന്നുണ്ട്, അവര് കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. ഈ ആഴ്ച മുതൽ ഫീൽഡ് വിസിറ്റും പ്ലാൻ ചെയ്തിരിക്കുന്നു. ഒരാഴ്ച ഷോപ്പ് മീറ്റിംഗ് ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഫീൽഡ് വിസിറ്റ്. അപ്പൊ ഫീൽഡ് വിസിറ്റില് എന്ത് സംഭവിക്കുന്നു, അവരുടെ ലീഡേഴ്സ് മൊത്തേ പോകാൻ പറ്റുള്ളൂ. കാരണം ഒരുപക്ഷെ നമുക്ക് അവിടെ നിന്ന് ഒരു ജോയിനിങ് അല്ലെ, ജോയിനിങ് അല്ലെങ്കിൽ ഒരുപക്ഷെ അവര് പിന്നീട് വരാനുള്ള ബന്ധം, ഇതൊക്കെ സ്ഥാപിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ലൈൻ ഓഫ് സ്പോൺസേഴ്സ് അല്ലെ, നമ്മുടെ ടീം ആയിട്ട് വേണം അവിടെ നമ്മൾ പോകേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്കൗണ്ട് സെയിൽ ഈസ് ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ നമ്മൾ MRP DP എന്ന് പറയുന്ന സെയിൽ ആർക്കാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആപ്ലിക്കബിൾ ഓൺലി ഫോർ അസോസിയേറ്റ് ബയേഴ്സ്, പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാര്. റഫറൽ പീപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു അസോസിയേറ്റ് ബയ്യർ ഒരാളിനെ നിങ്ങളെ കടയിൽ പറഞ്ഞു വിട്ടാൽ, ഇപ്പൊ ആരാ പറഞ്ഞു വിട്ടത്, ഒരു ബാബു ഒരാളിനെ കടയിൽ പറഞ്ഞു വിട്ടു. സാറേ ഞാൻ ബാബു സാറ് പറഞ്ഞിട്ട്, ഏത് ബാബു സാർ എനിക്കറിയില്ലല്ലോ, പുള്ളിയുടെ നമ്പർ തരൂ. വേറെ നമ്പർ ഒന്നും വേണ്ട, ഇന്ന് ഫോൺ നമ്പർ മാത്രം മതി. ഓക്കെ ഓക്കെ ഇന്ന ബാബു സാറാണ്, ശരി ശരി. അപ്പൊ എന്താ വേണ്ടത്, അവർക്കും എന്ത് കൊടുക്കാം, അവർക്കും റീറ്റെയിൽ അതായത് ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കാം. ബാക്കി എല്ലാവർക്കും നമ്മൾ കൊടുക്കേണ്ടത്, അഥവാ നോർമൽ വാക്ക് ഇൻ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത് MRPയിലാണ്. നെവർ ക്യാരി ഫോർവേഡ് ദ ബിൽ ടു ദ നെക്സ്റ്റ് മന്ത്. ഒരിക്കലും നമ്മുടെ ബില്ല് അടുത്ത മാസത്തേക്ക്, ചിലപ്പോൾ കസ്റ്റമേഴ്സ് വിളിച്ചു പറയും, സാറേ എനിക്ക് ഈ മാസത്തെ പർച്ചേസ് കഴിഞ്ഞു, അടുത്ത മാസം അടിച്ചാൽ മതി. അവരോട് പറയുക, നമ്മുടെ സിസ്റ്റം പ്രകാരം ഓരോ മാസവും ഇത് കഴിയുമ്പോൾ മന്ത് എൻഡ് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഞാനൊരു എന്താ പറയാ, എന്റെ ഷോപ്പില് സ്റ്റോക്ക് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രയാസം വരുന്നതുകൊണ്ട് പ്ലീസ് ലെറ്റ് മീ ക്ലിയർ അല്ലെ, ഞാൻ നിങ്ങളെ ബില്ല് ക്ലിയർ ചെയ്തോട്ടെ എന്ന് തന്നെ പറയുക. പാർഷ്യൽ പർച്ചേസ് ഫോർ ന്യൂ ജോയിനിങ് ഷുഡ് ബി അവോയ്ഡഡ് അല്ലെ. ഒരു കാരണവശാലും ഇന്ന് ഞാൻ 500 പർച്ചേസ് ചെയ്യുന്നു, പിന്നെ 1-2 പ്രാവശ്യമായിട്ട് ഞാൻ 2000 തേക്കും, സാറിന് ജോയിനിങ് തരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നോ, അനുവദിക്കരുത്. അത് അനുവദനീയമല്ല.
ഒരു കാരണവശാൽ അങ്ങനത്തെ ജോയിനിങ്ങൾ നമുക്ക് വേണ്ട. നമ്മുടെ ലീഡേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സും ശ്രദ്ധിക്കുക. ഒരു ജോയിനിങ് ഒരു കടയിൽ കൊണ്ടുപോകുന്നെങ്കിൽ സിംഗിൾ പർച്ചേസ് അവർ 2000 അതിന് മുകളിലോ ചെയ്യണം. ഇന്ന് 2000 പർച്ചേസിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നെവർ ക്യാൻസൽ എ ബിൽ ആഫ്റ്റർ ക്ലോസിംഗ് ഓഫ് മന്ത്ലി ബിസിനസ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് സീനിയർ ടെക്നിക്കൽ ലീഡർ. ബൈ ചാൻസ് നമുക്കൊരു ബില്ല് ക്ലിയർ ചെയ്യേണ്ടി വരുന്നു, ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടെക്നിക്കൽ അച്ചീവേഴ്സിനെ ഇൻഫോം ചെയ്യണം. സാർ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, കഴിഞ്ഞ മാസം നടന്ന ഒരു 3000 PV അത് അവർക്ക് ഇത് ക്യാൻസൽ ചെയ്യണം. കാരണം ആ ബില്ല് അടിക്കാൻ പറഞ്ഞതാണെങ്കിൽ അവർക്ക് മിസ്റ്റേക്ക് ആയി പോയി, 2 പ്രോഡക്റ്റ് റിട്ടേൺ ആയി, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യണം. ബിക്കോസ് നമ്മുടെ ടീമിൽ ഒരുപക്ഷെ ഒരു റോയൽറ്റി അച്ചീവർ ആ റോയൽറ്റി സ്ഥാനം പോകാൻ ഇത് ചിലപ്പോൾ കാരണമായേക്കാം, അല്ലെ? ഒരു ഹെവി ലോസ്, അല്ലെ? ഒരു ഹ്യൂജ് ലോസ് ഇൻകം എന്താ പറയാ ലോസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ടീം അല്ലെങ്കിൽ നമ്മുടെ ലീഡറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത്, സാറേ എന്താ വഴി? അപ്പൊ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ നാളെ പറയാം അല്ലെങ്കിൽ മറ്റന്നാൾ പറയാം, ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളോട് പറയുകയാണ്. ഇപ്പൊ എന്താ പ്രശ്നം? സാറേ, എനിക്ക് 3000 PV ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് അടുത്ത മാസത്തേക്കുള്ളതായിരുന്നു, അറിയാതെ അടിച്ചുപോയി. നോ പ്രോബ്ലം, നമുക്കത് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ, നമുക്ക് ഇങ്ങനെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവര് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതുവരെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളത് ക്യാൻസൽ ചെയ്യരുത്. ഇന്ന് ബില്ലടിച്ച് നാളെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പോകരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദർ ഷുഡ് ബി വൺ ലോക്കൽ ലീഡർ ഇൻ ചാർജ് ഓഫ് വൺ POC. ഓരോ ഷോപ്പുകൾക്കും തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ഷോപ്പുകൾ എന്ന് വരുന്നു. ആ ഷോപ്പുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടെക്നിക്കൽ അച്ചീവേഴ്സ് ഓരോ ലീഡേഴ്സിനെയും ചുമതലപ്പെടുത്തണം. സ്റ്റാർ അച്ചീവർ ആയിക്കോട്ടെ, റോയൽറ്റി അച്ചീവർ ആയിക്കോട്ടെ, ഇനി ഒരു വിന്നർ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഓരോ ഷോപ്പിനും അപ്പൊ എന്ത് ചെയ്യും? ആ ഷോപ്പിനെ ചുറ്റിപ്പറ്റി എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ അവരുടെ കൺകറൻസോട് കൂടി ഈവൻ ഫീൽഡ് വിസിറ്റ് വേണം. സാറേ, നമുക്ക് അടുത്ത ആഴ്ച അവിടെ ഫീൽഡ് വിസിറ്റ് എന്ന് ചൊവ്വാഴ്ച ആണെങ്കിൽ പറ്റുമോ? രാവിലെയാണോ ഉച്ചയ്ക്ക് ശേഷമാണോ? ഇപ്പൊ രാവിലെ മീറ്റിംഗ്, ഉച്ചയ്ക്ക് ശേഷം ഫീൽഡ് വിസിറ്റും ഈ രീതിയിൽ പോലും നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ നല്ല റിസൾട്ട് തരാൻ സാധ്യത ഉണ്ട് എന്നൊരു കണക്കാക്കലാണ് നമ്മൾ. മെയിൻറ്റെയിൻ സഫിഷ്യന്റ് സ്റ്റോക്ക് ഇൻ ആസ് പെർ ദ സെയിൽ. നമ്മുടെ സെയിൽ അനുസരിച്ച് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നെവർ സേ നോ ടു എ കസ്റ്റമർ, അല്ലെ? ഒരു കസ്റ്റമറോട് നമുക്ക് നോ പറയാൻ അവസരം ഉണ്ടാവരുത്. നമ്മുടെ ഷോപ്പിൽ തീർച്ചയായിട്ടും നമ്മൾ സഫിഷ്യന്റ് ടൂൾസ് മെയിൻറ്റെയിൻ ചെയ്യണം. ജനറൽ ക്ലീൻനെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കീപ് ഫുഡ് ഐറ്റംസ് ആൻഡ് FMCG പ്രോഡക്ട്സ് ഇൻ ഡിഫറെന്റ് റാക്സ്, അല്ലെ? തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ക്ലീനിങ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോപ്പ്, ലിക്വിഡ് ഐറ്റംസ് കഴിയുന്നത് താഴത്തെ റാക്കിൽ സൂക്ഷിക്കുന്നതാണ് നല്ല. മറ്റൊന്നും കൊണ്ടല്ല, അത് ലീക്കായി താഴേക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പലപ്പോഴും പല ഷോപ്പുകൾ എന്ത് ചെയ്യും? മുകളിലാണ് സൂക്ഷിക്കുന്നത് ഒരു ഷോ കിട്ടാനായിട്ടാണ്. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ അതിന്റെ താഴോട്ടിരിക്കുന്ന ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് അല്ല നമ്മൾ ഉറപ്പുവരുത്തുക. അവിടെ നിങ്ങൾക്ക് സോപ്പ് പൗഡറൊക്കെ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? റാക്കിംഗ്, അല്ലെ? നമ്മുടെ സ്റ്റോക്കിംഗ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ രീതിയിലേക്ക് അറിയിച്ചണം. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും പഞ്ചായത്ത് ലൈസൻസ്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവരുടെ ലൈസൻസ്, കോർപ്പറേഷൻ ലൈസൻസ്, ഫുഡ് സേഫ്റ്റി, അപ്പൊ FSSAI ഇതെല്ലാം നമ്മൾ എടുക്കണം. ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് നമ്മൾ എടുക്കുകയും ഒരുപക്ഷെ ഈ മാസം, ഇതിപ്പോ ജൂൺ 30 തീരാൻ പോകുന്ന എന്റെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എനിക്ക് എന്നെടുക്കാം? അതായത് 1 മാസം അഡ്വാൻസ് ആയിട്ട് എടുക്കാനുള്ള പ്രൊവിഷൻ. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് ദിവസം മുമ്പ് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ റെഡിയാക്കി നമ്മളെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് 1 മാസം മുമ്പ് തന്നെ ഒബ്റ്റെയിൻ ചെയ്താൽ ഏറ്റവും നല്ല കാര്യം. റൈറ്റ്. ഇൻ എനി സർക്കംസ്റ്റാൻസസ് നോ ക്രെഡിറ്റ് ഇൻ ദ POC. ഒരു കാരണവശാലും ഷോപ്പിൽ നിങ്ങൾ ക്രെഡിറ്റ് അനുവദിക്കരുത്. അത് വലിയ ആപത്താണ്. അത് നമ്മളൊരു എന്താ പറയാ എനിമിയെ, ഒരു ശത്രുവിനെയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്. ക്ഷണിച്ചു വരുന്നത്. Take timely action to take GST when the annual sale reach about 40 lakhs. നമ്മള് ആനുവൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടു മാർച്ച്. ഇപ്പൊ ഏപ്രിലായി, മെയ് കഴിഞ്ഞ് ജൂണായി, 3 മാസമായതേ ഉള്ളേ. അപ് ടു മാർച്ച് വരെ നമ്മളെ ഈ ഫിനാൻഷ്യൽ 2026-27. അപ്പൊ 25-26 ഒരുപക്ഷെ ആദ്യത്തെ 2-3 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേൺ ഓവർ 40 lakhsന് അപ്രോക്സിമേറ്റ്ലി 30 lakhs കഴിഞ്ഞു. ആവറേജ് 10 ലക്ഷം സെയിലുള്ള ഒരു ഷോപ്പ് ആണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ 30 ലക്ഷം കഴിഞ്ഞു, അല്ലെ? അപ്പൊ ജൂലൈ ആകുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യണം? GSTക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. ഓക്കെ, ദെൻ സ്റ്റോക്ക് പർച്ചേസിംഗ് ഫ്രം ദ ഡിപ്പോ. അതായത് നമ്മൾ GST പർച്ചേസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ
അവിടുന്ന് പർച്ചേസ് നിർത്തണം. നമ്മൾ GST ഒബ്റ്റെയിൻ ചെയ്താൽ അത് അപ്ലോഡ് ചെയ്യണം. കമ്പനി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരണം. നമ്മളെ നിലവിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക്, അതായത് സപ്പോസ് നമ്മൾ 40 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിന്റെ ആവറേജ് ടേൺ ഓവർ ഉണ്ട്. എന്റെ സ്റ്റോക്ക് ഏകദേശം 4-5 ലക്ഷത്തിന്റെ സ്റ്റോക്ക് എന്റെ ഹോൾഡിംഗ് ആണ്. അപ്പൊ ഈ GST എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹോൾഡ് ചെയ്യുന്ന 5 ലക്ഷത്തിന്റെയും എന്താണ് ഔട്ട്പുട്ട് GST, അതായത് ഇൻപുട്ട് നമുക്ക് കിട്ടിയതുമില്ല, അപ്പൊ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കേണ്ടത് രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ഹെവി നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇത് അതിന്റെ ഇൻപുട്ട് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റോക്ക് GST പർച്ചേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ GST കൺസൾട്ടന്റിന് കഴിയും. അപ്പൊ വിത്തിൻ 30 ഡേയ്സ് GST കിട്ടി 30 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യണം. അപ്പൊ നമ്മൾ ആരോട് പറയണം? നമുക്ക് ആരാണോ GST എടുത്തു തരുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞ് നമ്മളെ സ്റ്റോക്ക് കൂടി കൺവേർട്ട് ചെയ്ത് തരാൻ അദ്ദേഹത്തിനോടാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ഓരോ മാസത്തെ നമ്മുടെ GST റിട്ടേൺസ് നമ്മുടെ കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്യണം, മെയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? കമ്പനിയിൽ നിന്ന് GST എമൗണ്ട് റിട്ടേൺ ചെയ്ത് തരും. നമ്മൾ കൊടുക്കുന്ന GST ആര് തരും? നമുക്ക് കമ്പനി തരും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, GST എടുക്കുന്ന കസ്റ്റമേഴ്സ്, അതായത് GST എടുക്കുന്ന ഷോപ്പ് ഓണേഴ്സിന്റെ പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ ID ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സപ്പോസ് ഉദാഹരണം, ഞാനാണ് ഷോപ്പ് ഓണർ, ഞാനൊരു GST എടുക്കേണ്ടി വന്നു, എനിക്കൊരു ID ഉണ്ട്, ഓക്കെ, ഞാനൊരു സ്റ്റാർ അല്ലെങ്കിൽ റോയൽറ്റി അച്ചീവറാണ്, അല്ലെങ്കിൽ വിന്നർ അച്ചീവറാണ്, വാട്ട് എവർ ഈസ് ദിറ്റ്. എന്ത് സംഭവിക്കുന്നു? ഞാൻ GST എടുത്തു, എന്റെ പാൻ കാർഡ് അല്ലെ, എന്റെ പാൻ കാർഡ് തന്നെയാണ് GST നമ്പർ, അതിനകത്ത് പ്രിഫിക്സ് സഫിക്സ് വേറെ വരും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ പാൻ കാർഡ് GST നമ്പറായിട്ട് മാറുമ്പോൾ, എന്റെ പാൻ കാർഡ് നമ്പർ GST നമ്പറായിട്ട് മാറുമ്പോൾ ഷോപ്പിന്റെ ഒരു ലാഭം ആര് കണക്കാക്കും? ഈ GST എടുക്കുമ്പോൾ 40 lakhs ടേൺ ഓവർ ഞാൻ ചെയ്തത് കൊണ്ടാണല്ലോ GST എടുക്കേണ്ടി വന്നത്. ആ ബിസിനസ്സിൽ ലാഭം ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്റെ വരുമാനം, അതായത് RCM വരുമാനം കിട്ടുന്നു, ആ വരുമാനത്തിന് ഞാൻ എന്ത് ചെയ്യണം? GST കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് ഈ ടൈപ്പ് ഇൻകം ആയതുകൊണ്ടാണ് നമുക്ക് GST കൊടുക്കേണ്ടത്. നമുക്ക് ഒരു വിഷമവും വേണ്ട. നിങ്ങൾ കൊടുക്കുന്ന GST എത്രയാണോ ആ GST ആര് തരും? കമ്പനി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റിനോടൊപ്പം തരും. അതിന് ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടാക്സ് ഇൻവോയ്സ്, അതായത് നമുക്ക് അറിയാവുന്ന മന്ത്ലി സ്റ്റേറ്റ്മെന്റും ലെഡ്ജറുമാണ് അല്ലെ. ഈ മന്ത്ലി സ്റ്റേറ്റ്മെന്റും ലെഡ്ജറും മാത്രമല്ല, ഇങ്ങനെ GST ഉള്ള ID ഹോൾഡേഴ്സിന് എന്ത് കിട്ടും? ഒരു ടാക്സ് ഇൻവോയ്സ് എന്നൊരു എക്സ്ട്രാ കോളം വരും. ഓരോ മാസവും കമ്പനി ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് തരും. അത് നമ്മൾ സൈൻ ചെയ്ത് ആർക്ക് കൊടുക്കണം? AB ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ID നമ്മൾ മെയിൽ ചെയ്യുക. അങ്ങനെ മെയിൽ ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് തരും? അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് തരും. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ മെയിൽ ചെയ്യുമ്പോൾ അവരത് റെഗുലറൈസ് ചെയ്തോളും. അപ്പൊ നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ ഉദാഹരണം, എനിക്ക് 1 ലക്ഷം രൂപ വരുമാനമുണ്ട്, നമ്മൾ കൊടുക്കേണ്ട GST എമൗണ്ട് 18,000 രൂപയാണ്. എനിക്ക് കമ്പനി എന്ത് തരും? 1,18,000 രൂപ അഡ്വാൻസ് തരുവാണ്. ഈ 18,000 രൂപ ഞാൻ മേടിക്കുക, ഇത് മേടിച്ച് പുട്ടടിക്കാനല്ല അല്ലെ, ഇത് മേടിച്ച് നേരെ നമ്മുടെ GST ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുക. ഈ ഒരു വ്യത്യാസം മാത്രമേ അവർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് എക്സ്ട്രാ GST നമ്മൾ GST ചെയ്യുന്ന ഒരു കസ്റ്റമർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു POS ഡെവലപ്പർ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ഹോം വിസിറ്റ്. നമ്മുടെ ഷോപ്പിന്റെ ചുറ്റുമുള്ള അല്ലെ, നിയറസ്റ്റ് ആയിട്ടുള്ള പല ഷോപ്പുകളുടെയും ചുറ്റുമുള്ള അല്ലെ, ചുറ്റും താമസിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ, അവിടെ ഇങ്ങനെ ഷോപ്പ് കണ്ടിട്ടുണ്ട്, ആ ഗ്ലാസ് ഒക്കെ ഇട്ട ഷോപ്പല്ലേ? അതെ, ആ ഷോപ്പിൽ ഞാൻ കയറിയിട്ടില്ല. അപ്പോഴേ ഗ്ലാസ് ഒക്കെ ഇട്ട ഷോപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി അവർക്ക് വില കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ധാരണയിലാണ് നമ്മുടെ പബ്ലിക്. അപ്പൊ ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മളെ നിയറസ്റ്റ് അല്ലെ, ഷോപ്പിന്റെ എവിടെയാണോ ഷോപ്പ് ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ അതിന്റെ ചുറ്റളവിലുള്ള വീടുകളിൽ നമ്മൾ സന്ദർശിക്കണം. എങ്ങനെ? തീർച്ചയായിട്ടും വീക്കിലി ഒരു പ്രാവശ്യം നമുക്കൊരു പ്ലാൻ ചെയ്യാം. എല്ലാ ബുധനാഴ്ചയും, എല്ലാ ചൊവ്വാഴ്ചയും, എല്ലാ വ്യാഴാഴ്ചയും, എല്ലാ ശനിയാഴ്ചയും നമുക്കൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ അതൊരു വലിയ കാര്യമായിരിക്കും. കാരണം തീർച്ചയായിട്ടും ഒരു 3 മണി, ഞാൻ 3-4 ഫീൽഡ് വിസിറ്റ് പോയിട്ടുണ്ട്. എന്താ പറയാ, പോകുമ്പോൾ ഒരു അനുഭവം എന്ന് പറയുന്നത്, പലരും ഒരു അത്ഭുതം കേൾക്കും പോലെ, ഇതൊക്കെ സംഭവമാണോ? ഷുഗറിനൊക്കെ നിങ്ങളിലുണ്ടോ? എന്റെ അമ്മയ്ക്ക് പ്രശ്നമുണ്ടല്ലോ. ഈ രീതിയിൽ അവർ സ്വീകരിക്കും. നമ്മൾ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു ലിറ്ററേച്ചർ നോട്ടീസോ അങ്ങനെ എന്തെങ്കിലും
ഒരു കാര്യം വേണം. അത് ഒന്നുകൂടി സ്വീകാര്യമാവും. ശരി, ഞാൻ ആ ഷോപ്പിൽ വന്നോളാം. ഇനി മാത്രമല്ല, നമ്മുടെ കയ്യിൽ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും 1-2 പ്രോഡക്റ്റ് മേടിച്ചോളൂ എന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാവും. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇന്ന് കുറച്ചുകൂടി സൗകര്യമാണ്. കാരണം RCM എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും, കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു സ്വീകാര്യത നമുക്ക് കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മളെ കൂടുതൽ പബ്ലിക് അറിയാനും നമ്മളെ സെയിൽ കൂടുതൽ ആവാനും ഇത് കാരണമാകും. നമ്മുടെ ടീം ബിൽഡിങ്ങിന് പോലും ഈ ഫീൽഡ് വിസിറ്റ് കാരണമാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് എന്താ? ഡിസ്പ്ലേ വാൾ. നമുക്ക് എന്താ പറയാ, പുതിയ അസോസിയേറ്റ് ബയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. കഴിവുള്ള അസോസിയേറ്റ് ബയേഴ്സ് ഉണ്ട്. അത്യാവശ്യം എന്താ പറയാ, ഒരു ഹോം മീറ്റിങ്ങോ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും അവരോട് എന്ത് പറയുക, ഒരു ഡിസ്പ്ലേ വാളിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമുക്ക് മിനിമം പർച്ചേസ് 10,000 രൂപയാണ്. അപ്പൊ അതിൽ കൂടുതൽ പർച്ചേസ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ അവരോട് ഒരു 10,000-20,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് വെച്ചാൽ നമുക്ക് അവിടെ ഒരു മീറ്റിംഗ് തുടങ്ങാം. അതിന്റെ ഒരു ഇനാഗുറേഷൻ ആവും. അത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഇൻഫോം ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ വിളിച്ച് ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ കാരണമാകും. ഇങ്ങനെ പറയുമ്പോൾ അവർ ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്യും. പ്രോപ്പറായിട്ട് അവരെ കൊണ്ട് ബില്ല് ചെയ്യിപ്പിക്കാൻ നമ്മൾ മറക്കരുത്. നല്ല ഡിസ്പ്ലേ വാളെങ്കിൽ ഇന്ന് വലിയ സ്കോപ്പാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഇതും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഷോപ്പിന് ചുറ്റും ഒരു 10 ഡിസ്പ്ലേ വാൾ ആളുണ്ട്. അവർ ഓരോരുത്തരും 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ഓരോ മാസവും വാങ്ങിയാൽ നമുക്ക് ഉറപ്പായിട്ട് 1,00,000 സെയിൽ നമുക്ക് അവര് വഴി തന്നെ കിട്ടുമല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്യണം. അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്റ്റിന്റെ സെയിലും അവൈലബിലിറ്റിയും അത് കൂട്ടും. പിന്നെ നമ്മുടെ ഷോപ്പിൽ തീർച്ചയായിട്ടും പുതിയ പുതിയ ടെക്നോളജി വന്നാൽ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ലൈക്ക് സ്വീപ്പിംഗ് മെഷീൻ വേണമെങ്കിൽ ഇന്ന് പലയിടത്തും ആൾക്കാർ കാർഡ് കൊണ്ടുവരും. ഗൂഗിൾ പേ വേണം. നമുക്ക് അതുപോലെ ക്യാമറ, CCTV ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. കാരണം ഒരുപക്ഷെ ഇൻ കേസ് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, സാറേ എനിക്ക് നിങ്ങൾ ന്യൂട്രിഷൻ ഹ്യൂമൻ 5 അടിച്ചെങ്കിലും തന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂഫ് എന്ന നിലയിൽ നമുക്ക് ക്യാമറ കാണിച്ചു കൊടുക്കാം. അല്ലെ? ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതുപോലെ പ്രിന്റർ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് പർച്ചേസ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വെൽക്കം മെസ്സേജ്, അല്ലെങ്കിൽ ഒരു താങ്ക് യു മെസ്സേജ്, അല്ലെ, ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഇതൊക്കെ നമുക്ക് നല്ല ഗുണം ചെയ്യും. നമ്മുടെ ഷോപ്പിൽ വൈറ്റ് ബോർഡ് മസ്റ്റായിട്ട് വേണം. വൈ എന്ന് ചോദിച്ചാൽ ഒരു ഷോപ്പ് മീറ്റിംഗ് നടക്കണം. ഒരു മാസത്തിൽ ഒരു 3-4 ഷോപ്പ് മീറ്റിംഗ് നമുക്ക് നടക്കണം. ഒരു മാർക്കർ ഉണ്ടാവണം, മൈക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റെഗുലർ മീറ്റിംഗ് നടക്കാൻ പറ്റും. നമ്മുടെ ടീമിലെ വേറൊരാൾ വന്ന് ഷോപ്പിന്റെ മീറ്റിംഗ് നടത്തിയാലും നടത്തിക്കോട്ടെ. കാരണം എന്താ? അവർക്ക് സുഖമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ അത് സാധിക്കും. ശരിയല്ലേ? നോ അതർ പ്രോഡക്ട്സ് ആർ ഡിസ്പ്ലേഡ് ഇൻ ദ PUC, അല്ലെ? തീർച്ചയായിട്ടും മേക്ക് ഷുവർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷോപ്പിൽ RCM അല്ലാണ്ട്, നമ്മുടെ ഷോപ്പിൽ എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞുങ്ങളല്ലാണ്ട് അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ട. ശരിയല്ലേ? ഒരു സംശയം വേണ്ട. ഇനിഷ്യലി പലരും പറയും, സാറേ ഈ പഞ്ചസാരയോടെ വെച്ച് കഴിഞ്ഞാൽ, കാരണം അവന് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകണ്ട. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കസ്റ്റമർ ചോദിക്കുന്ന എല്ലാ സാധനവും എടുത്തു വെച്ചാൽ നമുക്ക് വെക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുള്ളൂ. നമ്മള് RCMലുള്ള പ്രൊഡക്റ്റുകളെല്ലാം ലഭ്യമാക്കാൻ ശ്രമിക്കൂ, അല്ലെ? മറ്റ് പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും എന്താ പറയാ, ഒരു വെറുതെ നമുക്ക് തോന്നും ഇതുകൊണ്ട് എന്തോ സംഭവിക്കാൻ പോണം. ഒരിക്കലും അത് നമുക്ക് ഗുണമല്ല ചെയ്യുന്നത്, ഒരിക്കലും ഗുണം ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് അതർ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഒരിക്കലും അതർ പ്രൊഡക്ട്സ് വെക്കാൻ പാടില്ല. ഈ ഒരു പോളിസി നമ്മൾ നിർബന്ധമായിട്ട് പാലിക്കണം. അവർ 30 days റിട്ടേൺ പോളിസി, അല്ലെ? നമുക്ക് പ്രോഡക്റ്റ് വാങ്ങിയ ഒരാളിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബൈബാക്ക് പോളിസി നമുക്കുള്ള കാര്യം ഓർക്കണം. അൺയൂസ്ഡ് പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഹോം ഡെലിവറി ഇന്ന് പല ഷോപ്പുകളിൽ ഇപ്പൊ അത് ചോദിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യാം? ഹോം ഡെലിവറി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 5 ലക്ഷം സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കമ്പനി അനുശാസിക്കുന്ന, അല്ലെ, ആ ലൈൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് ഉണ്ടാവണം. നമ്മളെ ഉള്ള സ്റ്റോക്ക് കൊണ്ടല്ല കമ്പനി നമുക്ക് എന്ത് തരുന്നത്? ഹോം ഡെലിവറി സിസ്റ്റം തരുന്നത്. അപ്പൊ നമ്മൾ പിൻകോഡുകളാണ് കൊടുക്കേണ്ടത്. ആ പിൻകോഡ് നമ്പറുകളിൽ മറ്റു ഹോം ഡെലിവറി ലഭ്യമല്ലെങ്കിൽ നമ്മൾ അനുവദിക്കും. ഹോം ഡെലിവറി ചെയ്യുമ്പോൾ അപ് ടു 2 lakhs വരെ 4% എക്സ്ട്രാ ഇൻസെന്റീവ്. അടുത്ത 2 ലക്ഷത്തിന് 6 ലക്ഷം സെയിൽ ഉണ്ടെങ്കിൽ, 4 ലക്ഷത്തിന്റെ സെയിൽ ഉണ്ടെങ്കിൽ ഹോം ഒരു മാസം നമുക്ക് 2% കൂടി അഡീഷണൽ ഇൻസെന്റീവ്. എന്ന് വെച്ചാൽ നമ്മൾ 4
ആദ്യത്തെ 2 ലക്ഷത്തിന് 4% കിട്ടും. പിന്നീടുള്ള 1 ലക്ഷമോ 2 ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2% കിട്ടുള്ളൂ. റിമൈനിങ് നിങ്ങൾ എത്ര ഉണ്ടെങ്കിലും, ഇപ്പൊ ഉദാഹരണം ഒരു 7 ലക്ഷത്തിന്റെ സെയിൽ നമുക്ക് നടന്നു എന്നിരുന്നോട്ടെ, അപ്പൊ എത്ര കിട്ടും? 4%, അതായത് 2 ലക്ഷത്തിന് 4% 8000 രൂപ പ്ലസ് പിന്നെ എന്താണ് അടുത്ത 2 ലക്ഷത്തിന് നമുക്ക് എത്ര കിട്ടുന്നത്? 2%, അതായത് 4000. അപ്പൊ എത്രയായി? നമുക്ക് 2 ലക്ഷം 2 ലക്ഷം 4 ലക്ഷമേ ഉള്ളൂ. പിന്നെ 3 ലക്ഷം ഉണ്ട്. ഈ 3 ലക്ഷത്തിന് 1%, അതായത് 3000. അപ്പൊ നമ്മുടെ ടോട്ടൽ എത്രയാണ്? 12 + 3 15000 രൂപ നമുക്ക് എക്സ്ട്രാ ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കും. കാരണം അപ് ടു 2 ലക്ഷം വരെ നമുക്ക് 4%, അതിനുശേഷം 2 ലക്ഷത്തിന് ശേഷം ചെയ്യുന്ന ഓരോ 2 ലക്ഷത്തിനും, അതായത് 2 ലക്ഷം വരെ, അതായത് അപ് ടു 4 lakhs വരെ നമുക്ക് 2%. 4 lakhs ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് 1% ആയിട്ട് വ്യത്യാസം വരും. പിന്നെ ഓൺലൈൻ ഓർഡർ സിസ്റ്റം എന്താ പ്രത്യേകത? നമുക്ക് പലപ്പോഴും ഇവിടെ കിട്ടാത്തതും അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഡിപ്പോകളിലൊന്നും ക്ലിയർ ആയിട്ട് എടുത്തു വയ്ക്കാത്ത കുറെ പ്രൊഡക്റ്റുകൾ, നമുക്ക് ടേസ്റ്റിന് ഇഷ്ടപ്പെട്ട ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഇന്ന് ഓൺലൈൻ വഴി ലഭ്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഓൺലൈൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഇത്ര നല്ലൊരു സംവിധാനം വേറെ ഇല്ലെന്ന് ഞാൻ പറയും. പലപ്പോഴും പല ആൾക്കാർക്കും ഇത് കൃത്യമായിട്ട് അറിയില്ല. പല PVC ഓണേഴ്സിനും അറിഞ്ഞൂടാത്തതാണ് കാര്യം. അറിഞ്ഞൂടാത്തത് നിങ്ങളെ ടെക്നിക്കൽ അച്ചീവേഴ്സ് ചോദിച്ചിട്ട് സാറേ പറഞ്ഞു തരൂ, ഞാൻ എങ്ങനെയാണ് ഓൺലൈൻ ഓർഡർ ചെയ്യണം? പഠിക്കണം. എന്തുകൊണ്ടാ? ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ നമ്മള് സാധാരണ രീതിയിൽ കാണാത്ത കുറെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഓർഡർ ചെയ്ത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ സെയിൽ അത് വർദ്ധിപ്പിക്കും. ഇവിടെ എന്റെ വീടിനടുത്ത് ഒരു 8 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു വണ്ടർ വേൾഡ് ക്യൂക്ക് ഉണ്ട്. അദ്ദേഹം ഷോപ്പ് തുടങ്ങുമ്പോൾ ഏകദേശം 5 ലക്ഷത്തിന്റെ സ്റ്റോക്ക് എടുത്ത് സാധാരണ ഒരു ഷോപ്പ് തുടങ്ങി. പിന്നെ പേര് കൂടി വന്നപ്പോൾ 5 + 2 ലക്ഷത്തിന്റെ സ്റ്റോക്ക് എടുത്ത് ഒരു 3 ലക്ഷത്തിന്റെ സ്റ്റോക്ക് എടുത്ത് വന്നു, ഒരു 8 ലക്ഷം. അങ്ങനെ നടത്തി ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചാൽ ആള് പറയും ഏകദേശം 27-28 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. എങ്ങനെ സംഭവിച്ചു? അദ്ദേഹം അതിൽ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് മാത്രമല്ല ഓൺലൈൻ ഓർഡർ ഇഷ്ടം പോലെ ചെയ്ത്, അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇന്ന് ആ ഷോപ്പിൽ പോയി പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങി. കാരണം നിറയെ തുണിത്തരങ്ങള്, ചപ്പല്, ഷൂ, ഇവിടെ പല ഷോപ്പുകളിലും ഇല്ലാത്ത സാധനങ്ങളെല്ലാം അവിടെ കിട്ടിത്തുടങ്ങും. നമ്മളെ ഷോപ്പിൽ സാധനം ഉണ്ടെങ്കിൽ, അല്ലെ, വേറിട്ട സാധനം ചെയ്യുവാണെങ്കിൽ, പണ്ട് ഷോപ്പ് തുടങ്ങുമ്പോൾ ദിവാര സാർ എന്നെ കാട്ടൂർ ഷോപ്പിന്റെ ഓണറിനോട് പറഞ്ഞ്, സാറേ RCMലുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ എന്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് വിറ്റിരിക്കും, ഇതാണ് എന്റെ ലക്ഷ്യം. ഈ രീതിയിലാവണം നമ്മുടെ ലക്ഷ്യം, അല്ലെ. പിന്നെന്താണ് അടുത്തത്? POC എന്ന് പറയുന്നത് നമുക്കറിയാം കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. എനിബഡി ക്യാൻ ഡെവലപ്പ് ബിസിനസ്, അല്ലെ. ആർക്ക് വേണമെങ്കിലും ആ ഏരിയ ഡിപ്ലേ ഈക്വൽ സർവീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടീം. നമ്മുടെ ടീം നോക്കിയല്ല നമ്മൾ ഒരു ഷോപ്പ് നടത്തുമ്പോൾ ആ ഷോപ്പ് എക്സ്ക്ലൂസീവ് എന്താണ്? RCM മെമ്പേഴ്സിൻ്റെതാണ്, അല്ലാതെ എന്റെ ടീം ഇന്ന ടീമിനെന്ന് വേണ്ടിയില്ല. ദിസ് വിൽ ബ്രിങ് ബിസിനസ് ഹൈ ഓട്ടോമാറ്റിക്കലി. നമ്മുടെ ബിസിനസ് വളരും, ഉറപ്പായിട്ട് എന്റെ ടീമും വളരും. നമ്മൾ ഇത് ഫോളോ ചെയ്ത് ഉറപ്പായിട്ട് നമ്മുടെ ടീമും വളരും. അതാണ് പ്രത്യേകത. POC ഓണർ ക്യാൻ ഡെവലപ്പ് ബിസിനസ് ഇൻ ദ കമ്പനീസ് എക്സ്പെൻസ്. എന്നിങ്ങനെയാ? കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് സ്റ്റോക്ക് നിറയെ ഉണ്ട്. എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയി എന്ത് ചെയ്യാം? ഷോപ്പ് മീറ്റിംഗ് നടത്താം, ഹോം മീറ്റിംഗ് നടത്താം, അല്ലെ. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിലേക്ക് മറ്റൊരു പ്രൊട്ടക്ഷൻ കിട്ടണം. അടുത്ത നന്നായിട്ട് നടക്കുന്ന ഒരു ഷോപ്പിന്റെ 3 കിലോമീറ്റർ, ഞാൻ അവിടെ ഒന്നുകൂടെ ഐ റിപ്പീറ്റ്, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഷോപ്പിന് ഒരു 3 കിലോമീറ്റർ പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മുടെ ഷോപ്പ്, അല്ലെ, വല്ലപ്പോഴും തുറക്കും, ഇഷ്ടംപോലെ സാധനങ്ങൾ എടുത്ത് വയ്ക്കും, അതിൽ മറ്റ് സാധനങ്ങളും കൂടെ ഒക്കെ ചേർത്ത് വെച്ചാൽ ഒരുപക്ഷെ ആ ഒരു ഫോട്ടോ മതി, കമ്പനി എന്ത് ചെയ്യും? ആ അഡ്രസ്സിൽ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ ഒരു പുതിയ ഷോപ്പ് അനുവദിച്ചാൽ പിന്നീട് നമ്മളോട് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബി കെയർഫുൾ. നമ്മുടെ അടുത്ത് RCM പ്രോഡക്റ്റ് മാത്രമേ വയ്ക്കാവുള്ളൂ. മറ്റേ പ്രോഡക്റ്റ് ഒരു കാരണവശാലും ഡിസ്പ്ലേയിൽ അനുവദിക്കരുത്. നമ്മൾ വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മുടെ ഷോപ്പില് മിനിമം, അതായത് പ്രോപ്പർ ബില്ലിംഗ്, നമ്മുടെ ഷോപ്പില് നല്ല സ്റ്റോക്ക്, ഇതൊന്നും ഇല്ലെങ്കിൽ പുതിയൊരു ഷോപ്പ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. കൺസിഡർ ഇറ്റ് ആസ് യുവർ ഓൺ ബിസിനസ്, അല്ലെ, ആൻഡ് ഡു ഇറ്റ് വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും എന്താ പറയാ, വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ആ സക്സസ് ഗ്യാരണ്ടീഡ് ആണ്. കാരണം നമ്മൾ ഒരു നല്ല മനുഷ്യനായി മാറുമ്പോൾ, നമ്മുടെ ഷോപ്പിനെ കുറിച്ച് ആൾക്കാർ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നല്ല കാര്യങ്ങൾ വളരും. അല്ലെ? ശരിയല്ലേ? ഒരു ഷോപ്പിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് പറയുമ്പോൾ 360 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് പറയുന്നത്. അല്ലെ? ഞാൻ ബിസിനസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ കമ്പനിയുടെ റാക്ക്, ഗ്ലോസൈൻ ബോർഡ്, പ്ലസ് പിന്നെന്താണ് ബ്രാൻഡിങ് ബോർഡ്സ്, പിന്നെ ഫസ്റ്റ് ഫർണിച്ചർ, ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു 7-7.5 ലക്ഷം രൂപയാണ് ഇന്ന് നമുക്ക് ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് ആവശ്യമായി വരുന്നത്. ഇനി നമ്മളെ ഡിസ്കൗണ്ട് എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കുക. 5 കിലോയുടെ ആട്ട 260 രൂപ, അതിന്റെ 7% ആണ് നമുക്ക് കിട്ടുന്നത്. ആട്ടയുടെയും എണ്ണയുടെയും 7%. 1 ലിറ്റർ എണ്ണയ്ക്ക് 223 രൂപ, അല്ലെ? അതിന്റെ 7% എന്ന് പറഞ്ഞാൽ, ഒരു 7% പറഞ്ഞപ്പോൾ എത്രയാണ്? ഒരു ആട്ട ഇന്ന് വാങ്ങി നമ്മൾ കടയിൽ കൊണ്ട് വെച്ച് വിറ്റാൽ 18 രൂപ 20 പൈസ നമുക്ക് ലാഭമായിട്ട്, എന്താ പറയാ, അത്രയും പൈസ കുറച്ചാണ് നമുക്ക് ബില്ല് ചെയ്ത് വരുന്നത്. അല്ലാതെ പിന്നീട് തരുവല്ല. 223 രൂപയ്ക്ക് ഞാൻ ഒരു എണ്ണ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 15 രൂപ കുറഞ്ഞാണ്, അല്ലെ? അപ്പൊ ആ ലാഭം എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഷോപ്പുകാരനെ കമ്പനി തന്നിരിക്കുക. ഒരു ന്യൂട്രിചാർജ് കിഡ്സ് നമ്മൾ വിറ്റാൽ 569 രൂപ നമ്മൾ വാങ്ങുമ്പോൾ 45 രൂപ 52 പൈസ അഡ്വാൻസ് ആയിട്ട് എനിക്ക് ലാഭം കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് എന്റെ കയ്യിൽ സ്റ്റോക്ക് ആയിരിക്കുന്നത്. ശരിയല്ലേ? പെയിന്റിന് 10%, ടൂൾസിന് 10%. ഓക്കെ. ഇനി ഒരു ഇൻസെന്റീവിന്റെ കാൽക്കുലേഷൻ ആണ്. നമുക്ക് സെയിൽ ഇൻസെന്റീവ് നമുക്കറിയാം. ഏപ്രിൽ ടു സെപ്റ്റംബർ 6 മാസം, ഒക്ടോബർ ടു മാർച്ച് അടുത്ത 6 മാസം. നമുക്ക് 1% ഇൻസെന്റീവ് അർഹതയായിട്ട് എപ്പോഴാണ്? 12 ലക്ഷത്തിന്റെ സെയില് 6 മാസം കൊണ്ട് നടന്നാൽ. എന്നാൽ 6 മാസം കൊണ്ട് 25 ലക്ഷത്തിന്റെ സെയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് 1.5% ഇൻസെന്റീവ് കിട്ടും. ഓർക്കുക, 6 മാസത്തെയാണ്. ഇനി ബൈ ചാൻസ് ഇത് ഏത് മാസമാണ്? ജൂൺ ആണ്, അല്ലെ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിൽ തുടങ്ങുന്ന ഒരു ഷോപ്പ് അവർക്ക് ഇൻസെന്റീവ് വേണമെങ്കിൽ 1-ാം തീയതി ബില്ല് സ്റ്റാർട്ട് ചെയ്യണം. കാരണം 30 ദിവസം, ഈ 30 ദിവസം കൊണ്ട് ഇപ്പൊ 25 ലക്ഷത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഒരു 4 ലക്ഷം ഒന്ന് കിട്ടും, അല്ലെ? 4.5 ലാക്സിന്റെ സെയിൽ ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ 1.5% ഇൻസെന്റീവ് ലഭിക്കും. ഇനി നെക്സ്റ്റ് എന്താണ്? അവർക്ക് 2 ലക്ഷത്തിന്റെ സെയിൽ കിട്ടിയാൽ ആവറേജ് 12/6, 2 ലക്ഷത്തിന്റെ സെയിൽ കിട്ടിയാലും അവർക്ക് കിട്ടും. ഇനി ഒക്ടോബറിൽ ഷോപ്പ് തുടങ്ങി, 3-ാം തീയതി തൊട്ട് ബില്ല് തുടങ്ങി, മിനിമം 30 ദിവസം ബില്ലിംഗ് ഇല്ല. നിങ്ങൾ 5 ലക്ഷം അല്ല 10 ലക്ഷം സെയിൽ ചെയ്താലും ഒരു പൈസ പോലും ഇൻസെന്റീവ് കിട്ടത്തില്ല. എന്നാൽ നെക്സ്റ്റ് 6 മാസം ആകുമ്പോൾ അടുത്ത പീരീഡിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻസെന്റീവ് കിട്ടും. ഓക്കെ. ഇനി അത് ചെറിയ സംഭവം, നടന്ന സംഭവങ്ങളോട് പറയുന്നത്, ഒരു POC ആവറേജ് മന്ത്ലി സെയിൽ 1.5 ലക്ഷത്തിന്റെ സെയിൽ നടക്കുന്ന ഒരു POC 1.5 ലക്ഷത്തിന്റെ സെയിലായതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യം നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ലീഡർ പറഞ്ഞു, ഞാനത് എടുത്തോളാം. അങ്ങനെ അദ്ദേഹം എടുത്ത് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതിന്റെ സെയില് പതുക്കെ, അതായത് 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സെയില്, ഒരു മാസത്തെ സെയില് എത്ര? 1 വർഷം കൊണ്ട് അതായത് 1.5 ലാഖിന്ന് 8,30,000 വർദ്ധിച്ചു. ഓർക്കണം, ഏകദേശം 7 ലക്ഷത്തിന്റെ സെയിലിൽ വർധനവ് കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ആവറേജ് ഇൻകം 8.3, നമ്മൾക്കറിയാലോ 7-ഉം 8% ആയതുകൊണ്ട് ഒരു ആവറേജ് നമ്മൾ 7.5 കണക്കാക്കിയാൽ 62,250 രൂപ ആ ഷോപ്പിന്റെ ആവറേജ് ഇൻകം ആയിട്ട് മാറി, അല്ലെ? ശരിയല്ലേ? ഇനി അതും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ 2% കണക്കാക്കുന്നു. സ്റ്റാഫിന് 2 സ്റ്റാഫിന് ഒരു 15,000, റെന്റ് 15,000, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇതെല്ലാം കൂടെ കണക്കാക്കുന്നു. ടോട്ടൽ എക്സ്പെൻസ് 47,755 രൂപ. ഇത് കളഞ്ഞാലും അവർക്ക് ഇൻകം എത്ര ഉണ്ട്? 14,895 രൂപ ആ ഷോപ്പിന് പ്രോഫിറ്റ് ആയിട്ട് നിൽക്കും. ഇനി മിനിമം സേവിങ്സ് പെർ മന്ത് നോക്കൂ, ഞാൻ കുറച്ചുകൂടെ കുറച്ചാൽ 10,000 രൂപയുടെ സേവിങ് കിട്ടും. സേവിങ് ഇൻ എ ഇയർ 1.2 ലാക്ക്, അല്ലെ? ഒരു വർഷം നടത്തുമ്പോൾ ഇതിനെ കണക്കാക്കുമ്പോൾ ഇൻ എ ഇയർ നമുക്ക് നോക്കുക. ഇവിടെ ഇനി ചെറിയൊരു കാൽക്കുലേഷൻ, ഒരു വർഷം 2 അതായത് എന്താണ്? വി ഗെറ്റ് 2 സെയിൽസ് ഇൻസെന്റീവ് 1.5 into 2, 2 പ്രാവശ്യം കിട്ടും, അല്ലെ? ഇവിടെ ആവറേജ് സെയിൽ 8 lakhs പെർ മന്ത് ആണെങ്കിൽ നമ്മളിവിടെ കാണിച്ചു ഒരു വർഷത്തിൽ 12.8, 96 ലക്ഷം. ഇൻസെന്റീവ് നമ്മൾ 96 lakh into 1.5
1,44,000 ശരിയല്ലേ? ഓക്കെ. നമ്മുടെ ടോട്ടൽ ഇൻകം കണക്കാക്കുമ്പോൾ 2,64,000 രൂപയുടെ മൊത്തം ഇൻകം ഒരു വർഷത്തെയാണ് കാണിച്ചേക്കുന്നത്. ഇനി നോക്കുക, പുള്ളി അതായത് ഒരു വർഷം കൊണ്ട് പുള്ളിക്ക് കിട്ടിയ മൊത്തം അതിനകത്ത് എന്തുണ്ട്, നമ്മുടെ എക്സ്പെൻസ് ഇൻക്ലൂസീവ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുവാണ്, ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ എമൗണ്ട് എത്രയാണ്, 5 ലക്ഷം രൂപ അല്ലെ? പുള്ളി എന്ത് ചെയ്യുന്നു, ഒരു എവിടെയെങ്കിലും ബാങ്കിൽ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ മാക്സിമം കിട്ടാവുന്ന എമൗണ്ട് എത്രയാണ്, 10%. അതേകൊണ്ട് കിട്ടാൻ ഒരു സാധ്യതയില്ല. ഇനി 5 ലക്ഷം ഇൻറ്റു 10% ഒരു വർഷം കൊണ്ട് എത്ര, 50,000. ശരിയാണോ? ഓക്കെ. ഹിയർ വി ആർ ഗെറ്റിംഗ് എ ബെനിഫിറ്റ് ഓഫ് 2,64,000. നോക്കുക എത്ര ശതമാനമാണ് 5 ലക്ഷം, 52.8% നമുക്ക് ബെനിഫിറ്റ് നേടാൻ ഈ സിസ്റ്റം പര്യാപ്തമാണ്. ആൻഡ് വി ആർ ബിൽഡിംഗ് ദ ബിസിനസ്. സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യും, ആ ഏരിയയിൽ നമ്മുടെ ബിസിനസ് ബിൽഡായി മാറും. ദാറ്റ് പേഴ്സൺ ബുക്ക്, അതായത് ഒരു പേൾ ആയിരുന്ന ആള് സ്റ്റാർ പേൾ എന്ന ലെവലിലേക്ക് ഉയരാൻ സാധിച്ചു. ആള് 60,000 വാങ്ങിക്കൊണ്ടിരുന്ന ആള് എബോ 90,000 എന്നൊരു ഇൻകം, ഒരു 30,000 ഗ്രോത്ത് കൊണ്ടുവരാൻ ഈ സംവിധാനം പുള്ളിക്ക് സഹായമായി. നമ്മൾ ഓർക്കുക, എന്താണ്, നമുക്ക് പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, പലതും നമ്മൾ റിസ്ക് എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ലൈഫിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കുന്ന ആൾക്കാരായിട്ട് മാറുക. 2007 മുമ്പ് നോക്കുവാണെങ്കിൽ ജോയിനിങ് കിറ്റിന് 5% റീപർച്ചേസിന് 6% കിട്ടിയിരുന്നുള്ളൂ. 2007 ശേഷം വന്നൊരു വ്യത്യാസം, ജോയിനിങ് കിറ്റിന് 7%, റീപർച്ചേസിന് 7% ഉണ്ടായിരുന്നു. 2009 ആട്ടയ്ക്കും ഓയിലിനും 7%, FMCGക്ക് 8 എന്നൊരു പ്രൊസീജിയർ നമുക്ക് വരുന്നത്. അപ്പൊ നോക്കണം, 2007 എലൈറ്റ് തേയില അതിന്റെ BP എന്ന് പറയുന്നത് 500 ഗ്രാമിന് 65 രൂപ മാത്രമായിരുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ PVC ബെനിഫിറ്റ് 65 ഇൻറ്റു അന്ന് 7%, 4 രൂപ 55 പൈസ. ഇന്ന് DP എത്രയാണ്? എലൈറ്റ് തേയില 500 ഗ്രാമിന് 244 രൂപ. അതിന്റെ PVC ബെനിഫിറ്റ് 244 ഇൻറ്റു 8%, 19.52 അല്ലെ, 19 രൂപ 52 പൈസ. 4 രൂപ 55 പൈസ എവിടെയാണ്? 19 രൂപ 52 പൈസ എവിടെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും പറയും സാറേ നിങ്ങളുടെയൊക്കെ കമ്മീഷൻ വർദ്ധിപ്പിച്ചു, PVC-കാർക്ക് യാതൊരു ബെനിഫിറ്റും തന്നില്ല. ഉറപ്പായിട്ട് ഈ ഷോപ്പിന് നോക്കിക്കോളൂ, ഒരു 100 തേയില വെക്കണമെങ്കിൽ 500 ഗ്രാമിന്റെ തേയില 2007 വെക്കുന്ന അതേ സ്ഥലം തന്നെയാണ്, അത്രയും സ്ഥലം മതി ഇന്നും 500 ഗ്രാം തേയില വെക്കാൻ അല്ലെ. അപ്പോൾ അന്ന് നമുക്ക് എന്താണ് കിട്ടുന്ന, 100 പാക്കറ്റ് വിറ്റാൽ 100 ഇൻറ്റു 4 രൂപ 55 പൈസ, 455 രൂപ കിട്ടും. ഇപ്പോഴാണെങ്കിലോ 100 ഇൻറ്റു 19 രൂപ 52 പൈസ, 1952 രൂപ നമ്മളെ പോക്കറ്റിൽ ഇരിക്കും. ശരി ആണോ അല്ലയോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഉറപ്പായിട്ടും PVC-കാർക്ക് നല്ല ബെനിഫിറ്റ് ആണ് ഇന്ന് നിലവിലുള്ളത്. അത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കുക. സെയിൽ ബെനിഫിറ്റ് ഇൻക്രീസ് വിത്തൗട്ട് ഇൻക്രീസിങ് ദ കസ്റ്റമർ ബേസ്. ശരിയല്ലേ? നമ്മളെ അതായത് 100 കസ്റ്റമർ എനിക്ക് തേയില വാങ്ങാനുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നമുക്ക് 101ാമത്തെ കസ്റ്റമർ വേണ്ട അല്ലെ. ഇവിടെ കാണിക്കുന്നത് എന്താണ്, 455 രൂപ 100 കസ്റ്റമറെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അതേ സ്ഥാനത്ത് 1952 രൂപ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. നമ്മളത് മറക്കരുത്. ഇനി ഒരൽപ്പം കസ്റ്റമർ ഇൻക്രീസ് ചെയ്താൽ, അതായത് PV 33 120 ആയിട്ട് ഇൻക്രീസ് ആയി. PV ഇൻക്രീസ് ഫ്രം 33. പ്രോബിലിറ്റി കണ്ടീഷൻസ് റിമെയിൻ സെയിം. പ്രോഡക്റ്റ് അല്ലെ ബൂസ്റ്റഡ് ഫ്രം എവിടെ എത്തി? അന്ന് ഏകദേശം 35 അല്ലെങ്കിൽ 40 50 പ്രോഡക്റ്റിൽ നിന്ന് 400-ലധികം ഡെയിലി യൂസബിൾ പ്രോഡക്റ്റ്, 6000-ഓളം ലൈൻസ് ഇന്ന് നമുക്ക് പ്രോഡക്ട്സുകളുണ്ട്. സംവിധാനങ്ങൾ ഇഷ്ടം പോലെയായി. ഒരു പൈസ പോലും ചെലവില്ലാതെ ഓൺലൈൻ ഓർഡർ ചെയ്താൽ എന്റെ ഷോപ്പിലോ ഞാൻ പറയുന്ന അഡ്രസ്സിലോ സാധനങ്ങൾ ഡെലിവറി ചെയ്തു തരും കമ്പനി. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? ഇത്രയും നല്ല സംവിധാനം കിട്ടിയിട്ടും അല്ലെ ഇപ്പോഴും
ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാത്ത, ശരിക്കും പറയണമെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങുന്ന ഒരാളിനെ സംബന്ധിച്ച് ആ ഷോപ്പിന്റെ ലാഭത്തിനല്ല ഷോപ്പ് തുടങ്ങേണ്ടത്, ഷോപ്പിൽ നിന്ന് കിട്ടേണ്ട ബെനിഫിറ്റിന് വേണ്ടി അല്ല ഷോപ്പ് തുടങ്ങേണ്ടത്, മറിച്ച് ഈ ഷോപ്പ് ഓണർ എന്താ ചെയ്യുക, ഒരു ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ച്, സാധാരണ ഒരു ഷോപ്പ് ഓണറെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഷോപ്പ് നടത്തുന്നു, എന്നാണോ ഷോപ്പ് അടയ്ക്കുന്നത്, ഉദാഹരണം പറയുവാണെങ്കിൽ സാധാരണ ഒരു ബേക്കറി ഷോപ്പോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളൊരു നമ്മൾ പറയില്ലേ ഫാഷൻ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോർ നടത്തുന്ന ഒരാള് 10 വർഷം സ്റ്റോർ നടത്തി, ഇപ്പൊ പുള്ളിക്ക് 2-3 മാസത്തേക്ക് അസൗകര്യമാണ്, 5 മാസം സ്റ്റോർ അടച്ചിടേണ്ടി വന്നു. എന്ത് സംഭവിക്കും? ഈ 5 മാസം 6 മാസം പുള്ളിക്ക് ഒരു ബെനിഫിറ്റും ഒരു ലാഭവും കിട്ടത്തില്ല. 5 വർഷം RCM ഷോപ്പ് നടത്തി, 6ാമത്തെ വർഷം മുതൽ ഷോപ്പ് നടത്താനുള്ള സാഹചര്യമില്ല. അദ്ദേഹം നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വരുമാനത്തിന് യാതൊരു കോട്ടവും ഇല്ല, വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും. കാരണം കസ്റ്റമർ ഒരു ബേസ് ഫോം ചെയ്താൽ എന്റെ ആബ്സെൻസിലും എന്റെ ബിസിനസ് നടന്നുകൊണ്ടേയിരിക്കും. ഓർക്കുക, ഇത് നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. അവസരം നമ്മൾ കണ്ടില്ലെന്ന് വയ്ക്കരുത്. അവസരം ശരിയായ വിധം പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഞാനൊരു വിജയിയാവുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഷോപ്പുകളാണ്. ഷോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഷോപ്പാണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അത് ശരിയായ വിധം നല്ല ഷോപ്പുകൾ നോക്കൂ. ഇന്ന് പലയിടത്തും കാണുമ്പോൾ RCM കേട്ട് വലിയ എക്സൈറ്റ്മെന്റില് ചില ആൾക്കാരെ ഷോപ്പിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവരെ എക്സൈറ്റ്മെന്റ് പ്രതീക്ഷയുടെ അത്രയും, അല്ലെങ്കിൽ ചെറിയ ഒരു ഷോപ്പ് കാണുമ്പോൾ അവര് എന്ത് മേടിക്കും, ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞ്, ഇത്രയും ടേൺ ഓവർ പറഞ്ഞ്, ഇത്രയും വരുമാനം വാങ്ങുന്ന ആളിന്റെ ഇതെല്ലാം പറഞ്ഞ് ഈ ഷോപ്പ് നോക്കുമ്പോൾ ചെറിയ ഷോപ്പായിരിക്കും. നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ മുഖമാണ്. എന്റെ ഷോപ്പ് ഒരു വലിയ ഷോപ്പായി, അല്ലെങ്കിൽ ആര് കൊതിക്കുന്ന ഒരു നല്ല ഷോപ്പാക്കി അപ്ഗ്രേഡ് ചെയ്യാൻ ഇന്ന് നമുക്ക് അവസരമുണ്ട്. നോൺ FMCG പ്രോഡക്റ്റുകൾ നമ്മൾ എടുത്താൽ അവിടെയും നമുക്ക് എക്സ്ട്രാ ഇൻകം ഓരോ 3 മാസം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എത്ര സൗകര്യങ്ങളാണ് തരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നൊരു ഷോപ്പ് നടത്താൻ നമുക്ക് പറയില്ലേ, എനിക്കൊരു പാഷൻ, എനിക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്കൊരു ഷോപ്പ് നടത്താവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഷോപ്പ് നടത്തണമെന്ന് വെച്ചാൽ ഷോപ്പ് മാത്രം നടത്തണമെന്നുള്ള ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്യാൻ നമ്മളൊരു ടൂള് വെച്ചിട്ട്, ഞാൻ ബിൽഡ് ചെയ്തില്ലെങ്കിൽ അവിടെ മറ്റ് ആൾക്കാർ വന്ന് ടീം ബിൽഡ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, താങ്ക് യു. ജയ് RCM.